ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന സമസ്തക്കാരുടെ പൂർവികർ നൂഹ് നബിയുടെ കാലത്തുള്ളവരാണ്. കാരണം എന്താ? അവർ 5 ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചവരാണ്. ആ 5 ഔലിയാക്കളെ വിളിച്ചവരോട് ഈ 5 ഔലിയാക്കളും വിളിച്ച റബ്ബിനെ നിങ്ങൾ വിളിച്ചോളി എന്ന് പറയാനാ നൂഹ് നബി വന്നത്. നേരെ മറിച്ച് നൂഹ് നബി സമസ്തക്കാരനാണെങ്കിലോ ആ 5 ഔലിയാക്കളെ വിളിക്കുന്ന ഉസ്താദ്മാരുടെ കൂടെ വലിയ ഉസ്താദായി കൂടെ അല്ലേ വേണ്ട? ചിന്തിക്കുന്നവർ കിട്ടും. തലച്ചോറുള്ളവർക്ക് പെരിച്ചായി തിന്ന തലച്ചോറാണോ? രക്ഷയൊന്നും ഉണ്ടാവില്ല. നല്ലോണം ആലോചിക്കും. നൂഹ് നബി അലൈഹിസ്സലാം വരുമ്പോ അവരെന്താ ചെയ്തത്? 5 ഔലിയാക്കളെ വഹിയ അസ്മാഉർ റിജാലുൻ സാലിഹീൻ മിൻ ഖൗമി നൂഹിൻ, നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ ഔലിയാക്കളെ. ഇതാര് പറയുന്നുണ്ട്? കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് അദ്ദേഹത്തിന്റെ പരിഭാഷ പറയുന്ന കാര്യമാണ്. 5 ഔലിയാക്കളെയായിരുന്നു അക്കാലഘട്ടക്കാർ വിളിച്ച് പടച്ചോനാക്കിയത്. പക്ഷെ നൂഹ് നബി ഏകനായ റബ്ബിലേക്കാ വിളിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യമായി പറഞ്ഞ എന്താ അവരോട്? ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا. അവർ ഒറ്റ ആയത്ത് മതി ഇസ്ലാം എന്താണെന്നും മുജാഹിദുകൾ എന്താണെന്നും സമസ്ത എന്താണെന്നും മനസ്സിലാക്കാൻ ഇപ്പറഞ്ഞ ആയത്ത് മതി. 71-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വചന. അതിൽ നൂഹ് നബി പറയുന്നത് എന്തറിയോ? അള്ളാനോട് നിങ്ങൾ പൊറുക്കലിനെ തേടിക്കൊടി. അപ്പൊ അല്ലല്ലാത്ത ആരോടോ അവർ പൊറുക്കലിനെ തേടിയിരുന്നു. ഉറപ്പ്. അല്ലല്ലാത്ത ആളോട് പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. പാപം പുറത്തു തരണേ നബിയേ. അതായത് നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ പിഴച്ചവരുടെ പ്രത്യേകത. അത് പിഴച്ചവരുടെ പ്രത്യേകതയാണ്, അത് ഹിദായത്തുള്ളവരുടെ പ്രത്യേകത അല്ല. ഇനി അതാണ് ഹിദായത്തെങ്കിൽ നൂഹ് നബി ആള് പിഴച്ചുവല്ലോ. കാരണം അല്ലല്ലാത്തവരോട് പൊറുക്കലിനെ തേടുന്നത് പുണ്യമാണെങ്കിൽ നൂഹ് നബി അതിന്റെ എതിരാളിയാണ്. അപ്പൊ നൂഹ് നബി ആരാണ്? പാപിയാണ്, കുറ്റക്കാരനാണ്, അള്ളാഹ്ക്ക് വെറുക്കേണ്ട ആളാണ്. പക്ഷേ നൂഹ് നബി അവരോട് ചോദിക്കണം എന്തറിയോ? അള്ളാഹ്ക്ക് നിങ്ങൾ എന്താണ് ഒരു വക്കാറത്ത് കാണാത്തത്? APK സമസ്തക്കാരോടുണ്ടല്ലോ, അവരുടെ പണ്ഡിതന്മാർക്ക് മുജാഹിദുകളോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നത്. ചിന്തിക്കണേ. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചത് എന്താണ്? 5 ഔലിയാക്കളെ പിന്നാലെ പോയവരോട് ചോദിച്ചത് എന്താണ്? അല്ല, എന്താണ് നിങ്ങൾ അള്ളാഹ്ക്ക് ഒരു ഗാംഭീര്യം കാണാതെ ഈ ഔലിയാക്കളുടെ പിന്നാലെ പോണത്? ശരിക്കും നിങ്ങൾ ചിന്തിക്കുക. എന്തോ ഒരു ഹക്ക് ബാത്തിലും വേർതിരിയലാണത്. നൂഹ് നബി അലൈഹിസ്സലാം ഏതിനെയാണോ എതിർത്തത് അതിനെയാണ് സമസ്തക്കാർ മതമായി കൊണ്ട് നടക്കുന്നത്. മറിച്ച് നൂഹ് നബിയോട് അവരല്ലേ ചോദിക്കണ്ടേ, എന്താ അള്ളാഹ്ക്ക് നിങ്ങളൊരു ഗാംഭീര്യം കാണാത്ത? ഞങ്ങൾ അള്ളാന്റെ ആളുകളാണ്. അങ്ങനെയല്ല, നിങ്ങൾ ഈ ഔലിയാക്കൾക്കാണല്ലോ ഗാംഭീര്യം കാണുന്നത്. വദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസ്ർ, ഈ 5 ഔലിയാക്കൾക്കാണല്ലോ നിങ്ങൾ വക്കാറത്ത് കാണുന്നത്. അള്ളാഹ്ക്കാണല്ലോ വക്കാറത്ത് കാണേണ്ടത്. ഇതേ ചോദ്യം മുജാഹിദുകൾ സമസ്തക്കാരോട് ചോദിക്കുന്നത്. നിങ്ങൾ CM അടവൂരിന് വക്കാറത്ത് കാണുന്നു, നിങ്ങൾ മൊയ്തീൻ ശൈഖിന് വക്കാറത്ത് കാണുന്നു, നിങ്ങൾ റിഫായി ശൈഖിന് വക്കാറത്ത് കാണുന്നു, നിങ്ങൾ മമ്പറതങ്ങൾക്ക് വക്കാറത്ത് കാണുന്നു. നിങ്ങൾ എന്താ അള്ളാഹ്ക്ക് വക്കാറത്ത് കാണാത്തത്? അപ്പൊ ശരിക്കുള്ള നൂഹ് നബിയുടെ പ്രബോധനം ആരുടെ കൂടെയാണ്? ആലോചിക്ക്, ചിന്തിക്ക്, എല്ലാരും മനസ്സിലാക്ക്. ആരുടെ കൂടെയാണ്? തലച്ചോറ് പണയപ്പെടുത്താത്തവരൊക്കെ ഒന്ന് ആലോചിക്ക്. ഇന്ന് രാത്രി മുഴുവൻ കിടന്ന് ആലോചിക്ക്. നൂഹ് നബി അലൈഹിസ്സലാം ക്ഷണിച്ച ഏതൊരു റബ്ബാണോ ആ റബ്ബിലേക്കാണ് മാനവരാശിയെ നമ്മൾ ക്ഷണിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദുവിനോട്, മുസ്ലിമിനോട്, ക്രിസ്ത്യാനിയോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്നാ. അത് 2000 വർഷം മുമ്പുള്ള ഈസാ നബി അല്ല. കാരണം ഈസാ നബി ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്. ഈസാ നബി ജനിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചിരുന്നു. ഈസാ നബി ജനിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ നിലാവലകൾ പൊഴിച്ചിരുന്നു. ഈസാ നബി ജനിക്കുന്നതിന് മുമ്പ് പുഷ്പങ്ങൾ വിടർന്നിരുന്നു. ആ പുഷ്പമേ അധിക തുംഗപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കേ എന്ന് പാടി ആ പുഷ്പങ്ങളൊക്കെ വിടർന്നിരുന്നു. പന്തിർക്കുലം പറ്റ പറയിക്കും അമ്മ നീ എണ്ണിയാലൊടുങ്ങാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. കൂമന്റെ മൂളലായി പേടിപ്പെടുത്തുന്നതും കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും പിന്നെയൊരു ശസിനെ തോളിലേറ്റുന്നതും സായന്തനങ്ങളെ ചെപ്പിലൊതുക്കുന്നതും സന്ധ്യയെ എടുത്തു നീ കാട്ടിൽ മറയുന്നതും കണ്ണാല കണ്ടിട്ടു സർവം സകയായി നീ നിന്നതും. ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ പോയൻ കുറിപ്പ് പാടിയതാ.
ഭൂമി നമ്മൾ ജനിക്കുന്നതിന് മുമ്പുണ്ട്. ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്. ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്. ദശരഥ മഹാരാജാവിന്റെ പുത്രൻ, അപ്പൊ ദശരഥ മഹാരാജാവ് മുമ്പേ ഉണ്ട്. ദശരഥ മഹാരാജാവിന്റെ മുമ്പുള്ള ആളല്ല ശ്രീരാമൻ. കൈകേയി, കൗസല്യ, സുമിത്ര, അതിൽ കൗസല്യയുടെ പുത്രനായി ജനിച്ചു. അപ്പൊ കൗസല്യ അതിന് മുമ്പേ ഉണ്ട്. കൗസല്യയുടെ മുമ്പ് ലോകമുണ്ട് എങ്കിൽ, മുഹമ്മദ് നബിയുടെ, ഈസാ നബിയുടെ മുമ്പ് ലോകമുണ്ടെങ്കിൽ, മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടാകുന്നതിന് മുമ്പ് ലോകമുണ്ടെങ്കിൽ, എല്ലാവരോടുള്ള ചോദ്യം ഒന്നേ ഉള്ളൂ, ലോകത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം. ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റുമോ യേശു ക്രിസ്തുവാണ്? അപ്പൊ എല്ലാരും ചോദിക്കും, യേശു ക്രിസ്തുവിന് മുമ്പ് പ്രപഞ്ചം ഉണ്ടല്ലോ, യേശു ക്രിസ്തുവിന് മുമ്പ് കന്യാമറിയമുണ്ടല്ലോ. എല്ലാരും മനസ്സിലാക്കുക, എത്ര സിമ്പിൾ. ഇസ്ലാമിനോളം ജനങ്ങളോട് പറയാൻ ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്ട് ലോകത്ത് വേറില്ല. ബസ് കയറുകയാണ്. ബസ് കയറി എങ്ങനെയിരുന്നു? അപ്പുറത്തിരിക്കുന്നു ശ്രീധരേട്ടൻ, പരിചയപ്പെട്ടു. ഇങ്ങോട്ടാ, പടന്നയിലേക്കാ, പയ്യന്നൂരേക്കാ, തൃക്കരിപ്പൂരേക്കാ. നിങ്ങൾ ദൈവവിശ്വാസിയാണോ? ഞാൻ ദൈവവിശ്വാസിയാണ്. എങ്ങനെയുള്ള ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ചോദിച്ചു നോക്കിയേ. ഒരു മിനിറ്റേ എടുക്കുള്ളൂ. ഒറ്റ മിനിറ്റ് മതി ഒരാളെ തൗഹീദ് പഠിപ്പിക്കാൻ. ഒരേ ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് എടുക്കുക. ആ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കുക. നിങ്ങൾ ദൈവവിശ്വാസിയാണോ? അതെ. എങ്ങനെയുള്ള ദൈവത്തെ വിചാരിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറയും, ഞാൻ സായി ഭക്തയാണ്, അല്ലെ അമൃതാനന്ദമയി ഭക്തയാണ്, അല്ലെ എന്ന ദേവനെ ആരാധിക്കുന്നവരാണ്, എന്ന ദേവിയെ ആരാധിക്കുന്നവരാണ്. അപ്പൊ നമുക്കെന്ത് പറയാം? ഞാനേ ശ്രീധരേട്ടനെയും ചേട്ടന് മുമ്പ് മനുഷ്യകുലല്ലേ, അവരെയും, മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ടാകുന്നതിന് മുമ്പ് സൃഷ്ടിജാലങ്ങളില്ലേ ഉണ്ട്, അവരെയും, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് സർവശക്തനായ ഒരു പ്രപഞ്ചനാഥനെ, ആ നാഥനെയാണ്, പദാർത്ഥാതീതനായ പ്രപഞ്ചാതീതനായ ഒരു നാഥനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ലോകത്തിലെ 800 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച ഒറ്റ പടച്ചോനെയാണ് ഞാൻ ആരാധിക്കുന്നത്. നമ്മൾ സാധാരണ പറയും ഒറ്റ തന്ത, എനിക്ക് ഒറ്റ തന്തയടാ. പക്ഷെ അത് പറയുന്ന ആൾക്ക് ഒറ്റ ദൈവമല്ല, പലതുമാണ്. അതാണ് വിഷയം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ട് ഇസ്ലാം ഒരു വേദഗ്രന്ഥം മുന്നിൽ വെക്കുന്നു. ആ വേദഗ്രന്ഥം മുസ്ലിങ്ങളോട് ഞാൻ വളരെ ഗൗരവമായി പറയാം. ഈ വേദഗ്രന്ഥം അമുസ്ലിങ്ങൾക്ക് വേണ്ടിയാണോ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണോ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണോ, ഹൈന്ദവന് വേണ്ടിയാണോ, അല്ലെ ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണോ? എങ്കിൽ നമ്മൾ മാത്രം അത് പാരായണം ചെയ്യുകയും, നമ്മൾ മാത്രം എടുക്കുകയും, നമ്മൾ മാത്രം ഖുർആന്റെ പഠിതാക്കളാക്കുകയും ചെയ്താൽ മതിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാൽക്കവലയിലാണ് പ്രസംഗിച്ചത്. ഉഖാദയില്, ദുൽമജാസില്, മദന്നായില്. ഇന്ന് നമ്മൾ സ്റ്റുഡിയോ കുത്തിന് പ്രസംഗിക്കുന്നത്, പബ്ലിക് പ്രസംഗങ്ങൾക്ക് അവസാനിച്ചു തുടങ്ങിയാണ്. എന്താ കാരണം? ആരും അവസാനിപ്പിച്ചല്ല, നമ്മളായിട്ട് നിർത്തിയതാണ്. എല്ലാവർക്കും മടിയാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പറയാൻ കുറെ ആളുണ്ടാവും. എല്ലാവരുടെ തെറ്റുകളും ശക്തമായി തിരുത്തണമെങ്കിൽ മനുഷ്യ സ്നേഹം ഉണ്ടാകണം. ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിക്കേ ജനങ്ങളുടെ തെറ്റിനെ ശക്തമായി തിരുത്താൻ കഴിയും. അയാളെ അവർ വെറുക്കുമ്പോഴും അവരോട് അയാൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് അവരെ തെറ്റ് അയാൾ ചൂണ്ടിക്കാണിക്കുന്നത്. അയാളാണ് ശരിക്കുള്ള മനുഷ്യ സ്നേഹി. ആരാ മനുഷ്യ സ്നേഹി? ഒരു തീയിലേക്ക് കുട്ടി ചാടാൻ പോണം, ആ കുട്ടിയെ പിടിച്ചു വെക്കണം. ആ പിടിച്ചു വെക്കുന്നവനോട് കുട്ടിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം തോന്നിയേക്കാം. കാരണം പ്രകാശപൂരിതമായ ഒന്നിലേക്ക് ചാടുന്നതൊക്കെ കൃത്രിമമായി കണ്ട് വളരുന്ന കുട്ടികളെ നമ്മുടെ കുട്ടികള്. ആ കുട്ടി ഒരു തീക്കുണ്ടാരത്തിന്റെ അടുത്ത് ചാടിയവൻ പൊള്ളും, അവൻ നശിച്ചു പോകും, തകർന്നു പോകും. അവനെ പിടിച്ചു വെക്കും നമ്മൾ. ആ പിടിച്ചു വെക്കൽ സ്നേഹമാണ്. ആഴമേറിയ നരകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു കല്ല് 70 വർഷം പിന്നിട്ടിട്ടാണ് അത് നരകത്തിന്റെ അടിത്തട്ടിലെത്തുന്നത്. അത്രമേൽ ആഴമേറിയ നരകത്തിൽ മനുഷ്യർ പോകരുത്. കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത്, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത്. സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചനമാണ്. അതേ നരകത്തിൽ നിന്ന് അലം യതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ വഖാലൂ ലൗ കുന്നാ നസ്മഉ വ നഅഖിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. സൂറത്തുൽ മുൽക്കിലെ 8, 9, 10 വചനമാണ്. 67 അധ്യായം. നരകത്തിലേക്ക് ചെന്നിട്ട് മനുഷ്യർ താക്കീതുകാർ വന്നില്ലേ എന്ന് മലക്കൾ ചോദിക്കും. ഒരു താക്കീതൊക്കെ വന്നിരുന്നു. പടന്നക്കടുത്തുള്ള ഈ പറഞ്ഞിരിക്കുന്ന തെക്കേപ്പുറത്ത് പ്രസംഗങ്ങളൊക്കെ നടന്നിരുന്നു. ഞങ്ങൾ അവരെ ആദ്യം തന്നെ അങ്ങ് തള്ളി. ഞങ്ങളുടെ ഉസ്താദിമാരത് കേൾക്കാൻ പോകരുതെന്ന് പറഞ്ഞു. ഞങ്ങളത് കേട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ബാധ്യത എന്താ അറിയും? ഞാൻ എന്റെ ഖുതുബ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നലെ എന്റെ ഖുതുബ കാസർഗോഡ് ഇതായിരുന്നു. ഒരു അമുസ്ലിം മരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടോ, വേദന ഉണ്ടോ, ദുഃഖമുണ്ടോ? എങ്കിലേ നമ്മൾ മുസ്ലിം ആവും. ഒരു RSSകാരൻ മരിച്ചു എന്നുള്ള വിവരം നമ്മുടെ കൂട്ടുകാരനായിരുന്നു. അത് മരിച്ചു എന്ന് കേട്ട് നമുക്ക് ദുഃഖമുണ്ടോ? അവന് ഈ സത്യസന്ദേശം എത്തിയിട്ടില്ല എന്നുള്ളതിൽ അങ്ങനെ ദുഃഖിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി.
യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മുത്താപ്പ. ബൗദ്ധൈവ വിശ്വാസികളുടെ നേതാവായ നബിയുടെ മുത്താപ്പയായ ആ മുത്താപ്പന്റെ അടുത്ത് പോയി എന്നിട്ട് പറയണം, അമ്മീ ഒന്ന് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്ന് പറയൂ മുത്താപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ മുത്താപ്പ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാം മുത്താപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മുത്താപ്പ എന്ന് കെഞ്ചുകയാണ്. എന്താ റസൂലുള്ളാഹിന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിലുള്ള നരകത്തെ കുറിച്ചുള്ള ഓർമ്മ തുളുമ്പി നിൽക്കുകയാണ്. നമ്മൾ ആരെങ്കിലും പറയും ഒരു മുസ്ലിമിന്റെ വീട്ടിൽ കയറിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാണ്, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവുക? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഇതെല്ലാം മനുഷ്യർക്കുള്ളതാണ് എന്ന്. എയ്ഡ്സിന്റെ രോഗം ആർക്ക് വന്നാലും മാറണം നമ്മൾ ആഗ്രഹിക്കുക. മുസ്ലിങ്ങളുടെ എയ്ഡ്സ് മാറട്ടെ, ബാക്കിയുള്ളത് മാറണ്ട എന്ന് വിചാരിക്കൂ. കോവിഡ് വന്നു, ഹൈന്ദവർക്കൊക്കെ ഉണ്ടാവട്ടെ, അല്ലെ മുസ്ലിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ, ഹിന്ദുക്കൾ എല്ലാവർക്കും ഇല്ലാതാകട്ടെ. അതുപോലെ ആരും നരകത്തിൽ എത്താതിരിക്കട്ടെ. ഇവിടുത്തെ ഒരു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നും നരകത്തിലെത്തരുത്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രബോധക സംഘങ്ങൾ ഉണ്ടാവണം. ദൗർഭാഗ്യകരം, മുസ്ലിം സമുദായത്തിൽ എണ്ണപ്പെട്ട വ്യക്തികളെ ഉള്ളൂ. എണ്ണപ്പെട്ട 10 താഴെ, പിന്നെ വേറെ എന്ത് കേൾക്കണം? ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, 1 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളുണ്ട്, ലക്ഷോപലക്ഷ ഉസ്താദുമാരുണ്ട്. പക്ഷെ പൊതുജനങ്ങൾക്ക് വേണ്ടി മതം അവതരിപ്പിക്കാൻ ആളില്ല. മുടി വെക്കാൻ ആളുണ്ട്, പൊടി വെക്കാൻ ആളുണ്ട്. കുയ്യിലേക്ക് കാലം നീട്ടി ഒരൊറ്റ കൊടുത്താൽ നാളെ മരിച്ച് കുയ്യിൽ വേണ്ട മനുഷ്യനാണ്. എന്നിട്ടും നുണയും പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇരുന്നിട്ട് മരിച്ചിട്ട് ജീവിച്ചതാ. മലക്കുൽ മൗത്ത് വന്നങ്ങ് തിരിച്ചു പോയിട്ട് നന്നാകണേ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകൊടുത്തതാ. എന്നിട്ട് നന്നായില്ല. പിന്നെയും പൊടി വെക്കുക, കഞ്ചാവായിരിക്കും, ശ്രദ്ധിച്ചോളി, മയങ്ങിപ്പോയി. നല്ല മാർക്കറ്റാ. അല്ലാതെ മദീനത്തെ കവറും പുറത്തുനിന്ന് ഒരു പൊടിയും ഒരു ചെറുത്താന്റെ കയ്യിൽ കൊടുക്കണില്ല. അങ്ങനെ കൊടുത്തിരുന്നെങ്കിലല്ലേ അയാളെ കയ്യിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നുള്ളൂ. കൊടുത്തിട്ടില്ല, അതുകൊണ്ടായിട്ടില്ല. നുണയാണ്. എന്റെ നാട്ടുകാരനാണ്, നുണയെ പറയൂ കേട്ടോ. എന്റെ നാടിനടുത്ത് കാന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പൂർവ്വനടുത്ത്. ഞങ്ങൾക്കൊക്കെ നല്ല പരിചയ ആളെ, അയാളുടെ ചെറുപ്പം മുതൽ നുണയെ പറയൂ, സത്യം ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലായി. പറ്റിച്ച് ജനങ്ങളെ പറ്റിച്ച് അങ്ങനെ ജീവിക്കണം, അങ്ങനെ എല്ലാ സ്ഥലത്തും നടക്കണം. അതുകൊണ്ട് വളരെ ഗൗരവമായി ഖുർആനിലൂടെയുള്ള ഒരു യാത്ര. ഞാൻ ഏതാനും വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ മാനവരാശിക്കുള്ളതാണ്. ഞാൻ ഏതാനും ഖുർആനിക വചനങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാം. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ ബിഇദ്നി റബ്ബിഹിം. അള്ളാഹുവിന്റെ അനുമതിയോടെ ജനങ്ങളെ, കേട്ടോ, മുസ്ലിങ്ങളെ നല്ല ശരിക്കും ശ്രദ്ധിക്കും, ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഗ്രന്ഥം. അപ്പൊ ഖുർആൻ ആരാണ്? ഖുർആൻ എന്താണ്? ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹ് അവതരിപ്പിച്ചതാണ്. ശരി, അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇവിടെ ജീവിക്കുക, നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ജീവിക്കുക. നാട്ടിൽ ജീവിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഖുർആൻ തൊട്ടടുത്ത അയൽപ്പക്കത്തുള്ള കൃഷ്ണേട്ടനെ ഒന്ന് വായിച്ച് കേൾപ്പിക്കണോ? എന്താ തോന്നാത്ത? മാധവി ചേച്ചിയും നമ്മുടെ ഭാര്യയും തമ്മിൽ നല്ല ഇഷ്ടത്തിലാണ്. പക്ഷേ മാധവി ചേച്ചി ഭാര്യ നരകത്ത് പോരുത് എന്ന് ഇയാൾ നല്ലോണം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവളോട് പറയും, പറന്നിടണം, നിസ്കരിക്കണം, നോമ്പ് വിൽക്കണം, ഹറാമ് ചെയ്യരുത്. മാധവി ചേച്ചി എന്ത് ചെയ്താലും അവനൊരു ടെൻഷനും ഇല്ലെങ്കിൽ ഇവൻ വിശ്വാസിയല്ലടോ, ഇവൻ വിശ്വാസിയല്ല. നിന്റെ വീട്ടിലെ ഒരാൾ നരകത്ത് പോരുതാ നീ കൊതിക്കണത് എങ്കിൽ അപ്പുറത്തെ വീട്ടിലെ മാധവി ചേച്ചിയും പോകരുത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എന്റെ വീട്ടിൽ തെങ്ങുമ കയറിക്കൊണ്ടിരുന്ന ഭാസ്കരേട്ടനുണ്ട്, മാണി ഭാസ്കരൻ നമ്മൾ വിളിക്കുന്നത്. അദ്ദേഹം മരിച്ചു പെട്ടത്. ഞങ്ങൾ അദ്ദേഹത്തിന് തൗഹീദ് എത്തിച്ചു കൊടുത്താണ്. പരസ്യ തൗഹീദ് എത്തിച്ചു, രഹസ്യ തൗഹീദ് എത്തിച്ച ആളാണ് അദ്ദേഹം. ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഞാനും എന്റെ അനുജൻ സിറാജുൽ ഇസ്ലാമും ആരെ കണ്ടാലും ഞങ്ങൾ സംസാരിക്കും. ഞങ്ങളിൽ നിന്ന് ഇസ്ലാം എന്താണെന്ന് കേൾക്കാത്ത ആരും ഞങ്ങളുടെ പരിസരത്തില്ല. അവരെല്ലാം ഇതുപോലെ വിളിച്ചു വരുത്തി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. മനുഷ്യരെ നാം ഒന്ന്, നമ്മുടെ ദൈവം ഒന്ന്. അതുകൊണ്ട് ആ നാട്ടിൽ ആര് മരിച്ചാലും എനിക്ക് ആ നിലക്ക് സങ്കടമല്ല. പക്ഷേ ഞാൻ ഭാസ്കരേട്ടന്റെ മയ്യത്തിനടുത്ത് ഇങ്ങനെ പോയി നിന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് പഠിച്ചു, എന്തായിരിക്കും നാളെ മഹ്ശറിൽ ഇദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ? തൊട്ടപ്പുറത്ത് ചിതയൊരുക്കിയിരിക്കുന്നു, അദ്ദേഹം ചുടുക ചെയ്തു, അദ്ദേഹത്തിന്റെ ശരീരം കത്തിച്ചു കളയുക ചെയ്തു. പക്ഷെ നരകാഗ്നിയിലേക്ക് മനുഷ്യരെത്തുന്ന ഒരു രംഗം ആലോചിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പറയുന്നത് മനുഷ്യകുലത്തിന് മുഴുവനും. ഇപ്പൊ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഞാൻ പലയിടത്തെത്തിയാലും ചോദിക്കും, മുസ്ലിങ്ങൾ ഉണ്ടാവുമോ കേൾവിക്കാരായി? അല്ലെ, അവരെ പ്രത്യേകം ക്ഷണിച്ചിട്ടൊന്നുമില്ല. അത് നമ്മുടെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ അവരെ ഉത്തരവാദിത്തപ്പെട്ടവരാ പറയുന്നത്, അവരെ നമ്മൾ ക്ഷണിച്ചിട്ടില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി പറയുന്നു, ഒരു പ്രോഗ്രാം നമുക്കുണ്ടെങ്കിൽ അതിലെല്ലാരെയും വിളിക്കണം. പ്രത്യേകിച്ച് പബ്ലിക് പ്രോഗ്രാം നമ്മൾ കൂടുതലും മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അത് തസ്വിയത്ത്, അതുപോലെ അവർക്ക് തസ്കിയത്ത്, അതുപോലെ അവർ തർബിയത്ത് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ ദഅവത്ത് അതല്ല. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിക്കുന്നതിന്റെ പേരാണ്. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അദ്ദഅവതു ഇലല്ലാഹ്. അത് അല്ലാഹുവിലേക്കാണ്. 12-ാം അധ്യായം 108-ാമത്തെ വചനം.
അടിസ്ഥാനപരമായി ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ മാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. 3-ാം അധ്യായം 64-ാമത്തെ വചനമാണ്. വരൂ ജൂതന്മാരെ ക്രിസ്ത്യാനികളെ വരൂ, ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലും ഇരിക്കൂ. നമ്മുടെ ദൈവം ഒന്നാണ് കേട്ടോ, നമ്മുടെ വേദഗ്രന്ഥം പടച്ചവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് കേട്ടോ എന്ന് പറയേണ്ടവരാണ് നമ്മൾ. എത്രയോ അമുസ്ലിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്, ഇല്ലെങ്കിൽ എന്തോ ഈമാനിനൊരു തകരാറുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്താബിനോട് അലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സത്യനിഷേധിയായി മരിച്ചു. ഗദ്ഗദകണ്ഠനായി, കുണ്ഠിതനായി, ദുഃഖിതനായി, വളരെ വേദനയോടെ കണ്ണുനീരൊലിപ്പിച്ച് പ്രവാചക തിരുമേനി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ് വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഇല്ല നബി, നിങ്ങൾ വിചാരിച്ചാൽ ഹിദായത്ത് വാങ്ങി കൊടുക്കാൻ കഴിയില്ല. നമുക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. ഹിദായത്തിന്റെ ഭാഗത്തിലേക്ക് ക്ഷണിക്കാൻ നബിയോട് പറഞ്ഞു, വമാ അർസൽനാ, നബിയേ അങ്ങയുടെ ബാധ്യത എന്താണ്? ഇല്ലൽ ബലാഉൽ മുബീൻ, വ്യക്തമായി എത്തിക്കലാണ്. പക്ഷേ എത്തിക്കണം ആർക്ക്? എല്ലാ മനുഷ്യരും. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ളുരിബ മസലും ഫസ്തമിഉ ലഹു, മനുഷ്യരെ ഒരു ഉദാഹരണം ഇതാ വിവരിക്കുന്നു. ഈ ആയത്ത് കേരളത്തിൽ സുന്നികൾക്കിടയിൽ മാത്രമേ നമ്മൾ വിവരിച്ചു. പക്ഷെ അള്ളാഹ് വിളിക്കുന്നത് മനുഷ്യരെ എന്നാണ്. എന്നിട്ട് അതിൽ അള്ളാഹ് പറയുന്നത്, ഒരു ഈച്ച നിങ്ങൾ വെച്ച സമർപ്പിച്ച നിവേദ്യല്ലേ, ഹൈന്ദവർക്കാണല്ലോ നിവേദ്യം കൂടുതൽ. നിവേദ്യത്തിൽ വന്നൊരു ഈച്ച ഇരുന്നിട്ട് നിവേദ്യം എടുത്തുകൊണ്ടായി തിരിച്ചു പിടിക്കാൻ പോലും പറ്റാത്ത ആളുടെ മുമ്പിലാണ് നിങ്ങൾ നിവേദ്യം കൊണ്ടുവച്ചെന്നാണ് ആ വചനം. ഇന്ന് വരെ സമസ്തക്കാർക്ക് ഓതി കൊടുക്കല്ലാതെ നാട്ടിലെ ഹൈന്ദവരോട് പറയുന്നത്, നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് നിവേദ്യം വെച്ചാൽ ആ നിവേദ്യത്തിൽ നിന്നൊരു ഫുഡിന്റെ അംശം ഒരു ഈച്ച എടുത്താൽ അത് തിരിച്ചു പിടിക്കാൻ പോലും നിങ്ങൾ കൊണ്ടുവച്ച നിവേദ്യം കൊണ്ടുവച്ച ദൈവല്ലേ, ആ ദൈവത്തിന് കഴിയൂല എന്ന് മനുഷ്യന്റെ ചിന്ത ഉണർത്തിക്കൊണ്ട് 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞ ജീവിതം. എനിക്കറിയാം ഒരു മുസ്ലിമും ഇന്നോളം ഈ ആയത്ത് സകല മനുഷ്യരും പറയേണ്ടത് വിശ്വസിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എല്ലാ പ്രസംഗവും കേൾക്കുന്നതാണ്, പ്രത്യേകിച്ച് എല്ലാ സംഘടനയിലെയും അത്യാവശ്യം പ്രസിദ്ധരായവരുടെ മുഴുവൻ പ്രസംഗം ഇന്ന് വരെ ഈ ആയത്ത് ഉദ്ധരിച്ച് മനുഷ്യരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബാ, മനുഷ്യരെ നിങ്ങൾ ഹലാല് തിന്നോളൂ. അതിൽ ഇന്തുണ്ടോ? ഹലാല് വിവാദം ഉണ്ടാക്കിയല്ലോ നിങ്ങളൊക്കെ, ആർവി ബാബു ഒക്കെ. ഇവിടെ ചെങ്ങായി എന്റെ പടച്ചോനാ പറയുന്നത് ഹലാല് തിന്നു. ഭാസ്കര, ബാലേന്ദ്ര, ജോർജ് വിളിക്കാണ്, നരേന്ദ്രമോദിനെ വിളിക്കാണ്, പിണറായി വിജയനെ വിളിക്കാണ്. നല്ലത് തിന്ന് ചങ്ങായിമാരെ, എന്റെ ദൈവ പറയുന്നത് ഖുർആന്റെ 2-ാം അധ്യായം 168. എവിടെയാണ് മുസ്ലിങ്ങളെ യാ അയ്യുൽ മുസ്ലിമൂൻ എന്ന് ഖുർആനിൽ എവിടെ വിളിച്ചിട്ടുണ്ട്? ഞാൻ ഇതുവരെ വായിച്ചില്ല, നിങ്ങൾ കണ്ടോ? എന്താ വിളിക്കാത്ത? അല്ലയോ മുസ്ലിങ്ങളെ എന്തേ ഖുർആൻ വിളിക്കാത്ത? അത് പരിശോധിക്കപ്പെടണമല്ലോ. യാ അയ്യുഹന്നാസ് ما غرك بربك الكريم الذي خلقك فسواك فعدلك في اي سوره ما شاء ركبك. അല്ലയോ മനുഷ്യരെ, ഔദാര്യമുടയവനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച കാര്യം എന്താണ്? അല്ലയോ മനുഷ്യരെ, അതാണ് 82-ാം അധ്യായം 6-ാമത്തെ വചനം. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമി, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമി. 80-ാം അധ്യായം 24-ാമത്തെ വചനം. മനുഷ്യരെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. 35-ാം അധ്യായം 15-ാമത്തെ വചനം. മനുഷ്യരെ നിങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. 49-ാം അധ്യായം 13-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. യാ അയ്യുഹന്നാസ് സൂറത്ത് ഹജ്ജിൽ 1-ാമത്തെ വചനം, സൂറത്ത് അംബിയായിൽ 1-ാമത്തെ വചനം, സൂറത്ത് ബഖറയിൽ 21-ാമത്തെ വചനം, സൂറത്ത് ബഖറയിൽ 168-ാമത്തെ വചനം, സൂറത്ത് ബഖറയിൽ 213-ാമത്തെ വചനം, സൂറത്ത് ഹുജറാത്തിൽ 13-ാമത്തെ വചനം, 85-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം, 82-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം, അതുപോലെ 35-ാം അധ്യായത്തിൽ 15-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ് അയ്യുഹന്നാസ് അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കും. മുസ്ലിങ്ങൾ ഉണ്ടാവും, ക്രിസ്ത്യാനികൾ എല്ലാവരും ഉണ്ടാവും, എല്ലാ മതവിഭാഗങ്ങളും. അവരോടൊക്കെ നമ്മുടെ ബാധ്യത എന്താണ്? ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്ത് MBBS നമ്മളോടൊപ്പം പഠിക്കുന്നവരോട്, അവന്റെ മതേതോ ആവട്ടെ, അവനോട് ചോദിക്കണം, ഈ പ്രപഞ്ചം ആര് സൃഷ്ടിച്ചു എന്ന് ചോദ്യം. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലെ നിയാമകനെ കുറിച്ചുള്ള ചിന്ത ഖുർആൻ മനുഷ്യന്റെ ചിന്തയെ 78 ഇടങ്ങളിലാണ് ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. 78 ഇടങ്ങളിൽ ചിന്തിക്കുന്നില്ലേ? ഉലൈകഹും ഉലുൽ അൽബാബ്, ചിന്തിക്കുന്ന ദൃഷ്ടാന്തമുണ്ടെന്ന് 17 സ്ഥലത്ത്. അല്ലേ, മനുഷ്യനെ ചിന്തിക്കുന്നില്ല. ഭൂരിപക്ഷ ആളുകൾ ചിന്തിക്കോ? ഭൂരിപക്ഷം ആളുകൾ എന്തിനെ കുറിച്ചെങ്കിലും ചിന്തിക്കോ?
എല്ലാ കോപ്രായങ്ങളും കാണിച്ചു കൂട്ടാന്നല്ലാതെ. ഇപ്പൊ നിങ്ങൾ നോക്കി, അടുത്ത കാലത്ത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഭയങ്കര ബേജാറ്. എന്താ ബേജാറ്? കുറച്ചു കാലം വരെ ഓണം അവരുതായിരുന്നു, ഇപ്പൊ മുസ്ലിങ്ങളുടേതാണ് ഓണം. എടാ, നമ്മുടെ ആഘോഷം അതും വരെ അടിച്ചെടുത്തില്ലേ? എല്ലാ ആഘോഷവും മുസ്ലിങ്ങൾക്കല്ലേ? റസൂലിന്റെ ഒരു പ്രവചനം പുലരുകയാണ്. റസൂലിന്റെ ഒരു പ്രവചനം പുലരുകയാണ്. നിങ്ങൾ മറ്റു മതത്തെ വാരിപ്പുണരും. ജൂത ക്രിസ്ത്യാനികളൊക്കെ നിങ്ങൾ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും. നിങ്ങൾ അവരുടെ ഓണക്കോടി ഉടുക്കും, നിങ്ങളവരുടെ ക്രിസ്മസ് പിന്നെ എല്ലാ ആചാരങ്ങളും ചിഹ്നങ്ങളും നിങ്ങൾ സ്വീകരിക്കും. അവർ നിങ്ങളെ ചിഹ്നം സ്വീകരിക്കുന്നല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. അള്ളാഹുവിന്റെ റസൂൽ സത്യമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പറയാം. ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ഒഴിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരുടെ ഒഴിക്കുകയാണ്. മുസ്ലിം സ്ത്രീകൾക്ക് ഒരുപാട് ഇതര മതക്കാരായ സ്ത്രീകൾ സുഹൃത്തുക്കളായിട്ടില്ലേ, കൂട്ടുകാരികളായിട്ട് ഇല്ലേ, ഉണ്ടായിട്ടില്ലേ? ഒരുപാട് മുസ്ലിം സ്ത്രീകൾക്ക് ഒരുപാട് ഇതര മതത്തിൽപ്പെട്ട സഹോദരിമാരുമായി ബന്ധമില്ലേ? ഏതെങ്കിലും ഒരു ചെറിയ പെരുന്നാളിന്, ഏതെങ്കിലും ഒരു വലിയ പെരുന്നാളിന്, ബലി പെരുന്നാളിന് ഒരു ഹിന്ദു സ്ത്രീ പർദ്ദട്ടിട്ടുണ്ടോ? അന്ന് മാത്രം ഇന്ന് മുസ്ലിങ്ങളെ പെരുന്നാളാണ്, ഞങ്ങളൊക്കെ ഒന്നാണ്, ഒറ്റക്കെട്ടാണ്, അതുകൊണ്ട് ഇന്ന് മുസ്ലിങ്ങളെല്ലാവരും പെണ്ണുങ്ങളൊക്കെ പർദ്ദടുന്ന പോലെ ഞങ്ങളും പർദ്ദടുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ഹിന്ദു സ്ത്രീ ഇല്ല. എന്താ? അവൾക്ക് തന്തണ്ട് ചൂണ്ടിക്കാണിക്കാൻ, മാപ്പിളർക്ക് അതില്ല. നല്ല പാപ്പാനെ ചൂണ്ടിക്കാണിക്കാനില്ല, അതുകൊണ്ടാ. ക്ഷമിക്കുക. ഒരു ഹിന്ദു ഇന്ന് വരെ മുസ്ലിമിന്റെ ഒരു ചിഹ്നം സ്വീകരിച്ചിട്ടല്ല മുസ്ലിമിന്റെ ആഘോഷത്തിൽ വരുന്നത്. നമ്മളോ? കഴിഞ്ഞ ഓണൊക്കെ നോക്ക്, ഏറ്റവും കൂടുതൽ ഓണത്തിന്റെ സകലതും വാരിപ്പിണർന്നത് മുസ്ലിങ്ങളാണ്. കാരണം റസൂലിന്റെ പ്രവചന ലോകാവസാനം വരുമ്പോൾ നിങ്ങൾ കോലത്തിലായിരിക്കും. അതുകൊണ്ട് എന്ത് മനസ്സിലായി? ആ പ്രവചനം പുലർന്നു കണ്ടാൽ ഇസ്ലാമാണ് സത്യം എന്ന് മനസ്സിലായി. വേഗം ഇസ്ലാമിലേക്ക് ചാടുക. ഒരു പ്രവചനം പുലർന്നു, ഒരാളുടെ പ്രവചനം പുലർന്നുകൊണ്ടേയിരിക്കുക. അയാൾ 1,00,000 പ്രവചനം പറഞ്ഞു. ആ 1,00,000 പ്രവചനവും പുലർന്ന തലച്ചോറ് വർക്ക് ചെയ്യുന്നവൻ എന്താ വിചാരിക്കേണ്ടത്? അയാൾ പഠിപ്പിച്ച ആശയത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത്. മുസ്ലിങ്ങൾ ഇങ്ങനെ ആയി തീരും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതര മതക്കാരോട് എല്ലാ അർത്ഥത്തിലും എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ പറ്റി പഠിക്കണം. യാതൊരു ഭയപ്പാടില്ലാതെ ഞാൻ പറയുന്നത്, ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഇവിടെ ജീവിക്കാം, നമ്മുടെ ആരും എതിർക്കില്ല. നമ്മുടെ രാജ്യത്ത് ഏത് മതവും സ്വീകരിക്കുക, ഏത് വിശ്വാസം. ഞങ്ങളോട് ഉറപ്പിച്ച് പറയാം, എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട്. കാരണം മുഹമ്മദ് നബി മനുഷ്യകുലത്തിന്റെ പ്രവാചകനാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ മുസ്ലിങ്ങളുടെ ഒരു ലോക്കൽ പ്രബോധകനാകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഇഷ്ടമല്ല. ഞാൻ 13ാമത്തെ വയസ്സ് മുതൽ പ്രസംഗിച്ചു തുടങ്ങിയ ആളാണ്. എല്ലാ മനുഷ്യരോടും ഇന്ന ആളുകൾക്ക് ഇഷ്ടമാണോ അല്ലേ അതിന്റെ വിഷയമല്ല, എന്നെ സംഘാടകർക്ക് ഇഷ്ടമാണോ അല്ലേ അതിന്റെ വിഷയമേ അല്ല. എന്തിനെ വിഷയമാകണം? എന്റെ റബ്ബിന് എന്നെ ഇഷ്ടമാണോ അതെനിക്ക് വിഷയമാണ്. ഇഷ്ടല്ലേ അതെനിക്ക് വിഷയമാണ്. ഇഷ്ടമുണ്ടോ അതെനിക്ക് വിഷയമാണ്. എന്റെ റബ്ബിന്റെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എനിക്ക് രക്ഷയില്ല. വേറെ ആരും എന്നെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. എന്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്നുവോ, നിങ്ങൾ എല്ലാവരും എന്നെ വെറുത്താലും എനിക്കൊന്നും വരാൻ പോണില്ല. ഈ വിശ്വാസം എല്ലാ പ്രബോധകർക്കും ഉണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രസംഗം ആരെങ്കിലും അമുസ്ലിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉത്തമമായ ഒരു നോളജിനെ നിങ്ങൾ അവഗണിച്ച് കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച ആ ഗ്രന്ഥം, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, ദശോപനിഷത്ത്, ഈശാവാസോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മണ്ഡകോപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതാശ്വേതരോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, അങ്ങനെ എക്സെട്രാ എക്സെട്രാ. ഈ വേദഗ്രന്ഥങ്ങളെല്ലാം അതിന്റെ അകക്കാമ്പ് നമ്മൾ പരിശോധിച്ചാൽ ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ കാണാം. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് 33 കോടി ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ദേവീ ദേവസങ്കല്പത്തിന്റെ പിന്നാലെയാണ്. അവിടെ നിന്ന് ജനങ്ങളെ ക്ഷണിക്കേണ്ട ബാധ്യത ഖുർആന്റെ അനുയായികൾക്കുണ്ട്. സകല മനുഷ്യരോടും പറയേണ്ട ബാധ്യതയുണ്ട്. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്, നമ്മുടെ മീറ്റിങ്ങിലൊക്കെ ശക്തമായി ആലോചിക്കേണ്ടത്, കല്യാണക്കത്ത് കൊടുത്ത് ക്ഷണിക്കുന്ന പോലെ ഇവിടുത്തെ ഹൈന്ദവരെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കണം. നിങ്ങളൊന്ന് വരൂ, ഒരു സന്യാസിമുണ്ട്, ഒരു പള്ളിയിലച്ഛനുമുണ്ട്, ഞങ്ങളുടെ ഒരു പ്രബോധകനുമുണ്ട് എന്ന് പറയാൻ നമുക്ക് ആളുണ്ടായിട്ടും എന്തോ നമ്മളത് മനസ്സിലാക്കുന്നില്ല. അത് പറയാൻ കഴിവുള്ളവരുണ്ടായിട്ടും അവർക്ക് പ്രസംഗ വേദികളില്ല. അത് അതീവ ദുഃഖകരമായ കാര്യമാണ്. സാക്കിർ നായിക് ലോകം മുഴുവനുമുള്ള മനുഷ്യരോട് സംസാരിച്ച ആളാണ്. കാരണം അദ്ദേഹം ഖുർആൻ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മുസ്ലിങ്ങളോട് മാത്രം പറയേണ്ട ഒന്നല്ല. എം അക്ബർ സാഹിബ് ലോകത്തെ എല്ലാ മനുഷ്യരോടും മതം പറഞ്ഞ ആളാണ്. എന്തെല്ലാം പ്രതിസന്ധികളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ഒരുപാട് പരിമിതികൾ. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനൊക്കെ ഏറ്റവും കൂടുതൽ പള്ളി ഉണ്ടായത് കേന്ദ്രത്തിൽ RSS ഉള്ളപ്പാണ്. ഏറ്റവും കൂടുതൽ പള്ളി ഉണ്ടായത് ഈ 10-13 കൊല്ലത്തിനുള്ളിലാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്രം അവർ ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം. അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? ഓല് കേന്ദ്രത്തിലല്ല അതിന്റെ അപ്പുറത്ത് കയറിയാലും ഞാനിവിടെ ഉണ്ട് എന്നാണ് അള്ള പറയുന്നത്. ഞാനിവിടെ ഉണ്ട്.
അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ബേജാറൊന്നും ആവണ്ട. ആവശ്യമില്ലാത്ത ഒരു ബേജാറും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ചെയ്യേണ്ട പണി ചെയ്താൽ മതി. അല്ലാഹു പറഞ്ഞാണ് നിങ്ങൾ പേടിക്കണ്ട. വിശുദ്ധ ഖുർആൻ നമ്മളോട് എന്താ പറഞ്ഞേ? നമ്മൾ പറയണം പേടിക്കണം, കുറച്ചൊക്കെ പേടിക്കണം. അല്ലാഹു പറയണം ഒട്ടും പേടിക്കരുത്. നമ്മൾ അല്ലാഹുവിനെ ലംഘിച്ചുകൊണ്ട് പറയാം പേടിക്കണം. നാലുണ്ട് ഉസ്താദേ, കുറച്ചൊക്കെ പേടിക്കണ്ടേ? വെട്ടിയാലോ വെട്ടട്ടടോ, കൈ മുറിയട്ടെ, തൗഹീദിന് വേണ്ടി മുറിക്കേണ്ട കഴുത്താത്. അപ്പോഴാ ഷഹീദിന്റെ കൂലി. അല്ലാണ്ട് വെറുതെ മണ്ണ കൊണ്ട്, ഏതായാലും മണ്ണ കൊണ്ടക്കേണ്ട കഴുത്താ. അവിടുത്തെ വെട്ടിയിട്ട് ഒരു ഷഹീദിന്റെ കൂലിയിൽ എത്തി അല്ലടോ കിട്ടേണ്ടത്. الذين يبلغون الرسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. 39-ാം അധ്യായം 33-ാം അധ്യായം 39-ാമത്തെ വചനം. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? അള്ളാന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്നവർ അള്ളാനെ മാത്രമേ പേടിക്കാവൂ, വേറെ ആളെയും പേടിക്കരുത്. പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് അമ്പലത്തിൽ പോകാൻ എനിക്ക് അവസരം ഉണ്ടായി. പച്ച തൗഹീദാണ് ഞാൻ അവിടെ പറയാറുള്ളത്, നിങ്ങൾക്കൊക്കെ അറിയാം. ആ ക്ഷേത്ര പ്രഭാഷണം കേട്ടിട്ട് ഒരുപാട് ആളുകൾ ഇതാണ് ശരി എന്ന് മനസ്സിലാക്കി അല്ലേ? നമുക്ക് എവിടെ കിട്ടിയാലും നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഈ ലോകം അള്ളാഹു പടച്ചതാണ്. മനുഷ്യ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് എന്ന്, മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്ന് അത് ജനങ്ങളോട് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇത് നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ശിർക്കിലായിക്കൊണ്ട് ഒരാൾ മരിക്കുക, ജൂതക്കുട്ടി മരിക്കാൻ കിടക്കുന്നു എന്നുള്ള വാർത്ത കേട്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് എടുത്തിരുന്ന ജൂതക്കുട്ടിയുടെ പരിസരത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് KL 52 6401 ബ്ലോക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വണ്ടി ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുന്നത് കാറാണ് കേട്ടോ. 6401. അപ്പൊ പ്രവാചകന്മാരെല്ലാം വിളിച്ച ഈ ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ട ബാധ്യതയുള്ളവരാണ് നമ്മൾ. ഖുർആനാകട്ടെ മനുഷ്യകുലത്തെ മുഴുവനും അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ നോക്കൂ, സൂര്യനെ ചൂണ്ടി ഇതാണ് പടച്ചോൻ എന്ന് പറയല്ല ഇസ്ലാം. ഈ സൂര്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനുണ്ട് എന്ന് പറയല്ല. ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ച് ഈ ചന്ദ്രനെ ആരാധിക്കുമെന്ന് പറയല്ല. നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ച് നക്ഷത്രങ്ങളെ ആരാധിക്കുന്നു പറയല്ല. ഒരു ദേവി ഒരു ഔലിയനെയും മാത്രമല്ല. ഖുർആൻ നമ്മുടെ മുസ്ലിം സമുദായത്തെ നോക്കിയാൽ ഔലിയാക്കളുടെ പിന്നാലെ ഇങ്ങനെ പോണ ഒരു കൗമിനെ കാണാം. അള്ളാഹുവിനേക്കാൾ പ്രിയങ്കരം സീമടപൂരിനോടാണ് ആണ് അള്ളയാണ് എന്ന് വരെ പറഞ്ഞു. അനല്ലാ, ഞാൻ തന്നെ അള്ളാന്ന് സിയം പറഞ്ഞത്രേ. അതുവരെ പറയാൻ ഉസ്താദുമാർക്ക് ഒരു മടിയില്ല. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ ഔലിയാക്കളുടെ പിന്നാലെ പോയ കൗമിനെ നോക്കി അള്ള പറഞ്ഞൊരു ഖുർആന്റെ വചനമുണ്ട്. ഈ നിങ്ങൾ വിചാരിക്കും ഉസ്താദുമാര് ഭയങ്കര ഖുർആന്റെ നടക്കണ്ട, കണ്ണുകൊണ്ട് കാണലുണ്ടോന്ന് എനിക്ക് സംശയം. പല ഉസ്താദുമാരെ കുറിച്ച് ജീവിതത്തിൽ ഖുർആൻ ഒറ്റയ്ക്കിരുന്ന് ഓതിയ ഉസ്താദുമാരുണ്ടോന്ന് സൂക്ഷ്മ വിശകലനം. കാരണം ഓതുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ആവൂലല്ലോ. ആവോ? നോക്കൂ നിങ്ങൾ ഖുർആന്റെ ഒരു വചനം 39-ാം അധ്യായം അധ്യായത്തിലെ 3-ാമത്തെ വചനം ശരിക്കും ശ്രദ്ധിച്ചോ. ഞാൻ ഓതുമ്പോ എന്റെ കൂടെ ഒന്ന് നോക്കിക്കേ. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. ഒന്നർത്ഥം വെച്ചോക്കേ. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ കൈവണക്കം അല്ലാഹുവിനാണ്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, ആ പടച്ചവന് നിഷ്കളങ്കമായ കൈവണക്കം. എന്നിട്ട് പറയാണ് അല്ലാഹുവിനെ കൂടാതെ അവർ ചില ഔലിയാക്കളുടെ പിന്നാലെ സ്വീകരിച്ചിരിക്കുന്നു, ഔലിയാക്കളെ സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹുവിന് പുറമെ ചില ഔലിയാക്കളെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഔലിയാക്കളുടെ പിന്നാലെ പോകുന്ന ആളുകൾ അതാണെന്ന് കേരളത്തിൽ മുസ്ലിം കടയിലുണ്ട്. നേരെ മറിച്ച് അല്ലാഹ് എന്താ പറയണ്ടേ? ഔലിയാക്കളെ റെസ്പെക്ട് ചെയ്യാതെ അള്ളാനെ മാത്രം കൂട്ടുപിടിച്ചു പോകുന്ന ഒരു കൗമ ഇവിടെ ഉണ്ട് എന്നല്ലേ പറയണ്ടേ? ചിന്തിക്ക്. അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിനെ കൂടാതെ ഔലിയാക്കളുടെ പിന്നാലെ പോയ ആളുകൾ. ചിന്തിക്കണം. ഫഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി, അല്ലാഹുവിന്റെ കൂടെ പള്ളി അല്ലാഹുക്കുള്ളതാണ്, അവിടെ വെച്ച് അല്ലാഹനെ മാത്രമേ വിളിക്കാവൂ. അള്ളാന്റെ കൂടെ വേറൊരാളെ വിളിക്കരുത്. പള്ളിയിലല്ലേ കുത്തുബിയത്ത് നടക്കുന്നത്? യാ ശൈഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഹാദിറു യാ ഹാദിറു. അപ്പൊ അള്ളാഹ്ക്കറിയാം പള്ളിയിൽ വെച്ച് അല്ലാത്തവരെ വിളിക്കുന്ന ഒരു കാലം വരും. സമസ്തയുടെ പള്ളി ഉണ്ടാവും, SKSനും പിന്നെ ഇവർക്കൊക്കെ SYSനൊക്കെ പള്ളി ഉണ്ടാവും, പടച്ചോനറിയാം. ആ പള്ളിയിൽ വെച്ച് അല്ലാത്തവരെ വിളിക്കുന്ന അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു പള്ളി അള്ളാന്റേതാണ്, അള്ളാനെ മാത്രം വിളിക്കേണ്ട ഇടമാണ്. അള്ളാനെയും വിളിക്കുക. മഗ്‌രിബ് നിസ്കാരത്തിന് അള്ളാനെ വിളിക്കുക. മരിസ്കാരത്തിന് ശേഷം കുത്തുബിയത്ത് നടക്കുമ്പോൾ മൊയ്തീൻ ശൈഖിനെ വിളിക്കുക. ഖുർആനാ പറയുന്നത്, എന്റെ വകയല്ല. ഖുർആനാ പറയുന്നത്. 72-ാം അധ്യായം സൂറത്ത് ജിന്നിലെ വചനമാണ്, 20-ാമത്തെ വചനമാണ്. ഓർക്കണം, നല്ലവണ്ണം ഓർക്കണം. അള്ളാഹുവിനോടൊപ്പം എന്നാ പറഞ്ഞേ. അള്ളാനെ വിളിക്കും. സമസ്തക്കാർ അള്ളാനെ വിളിക്കാറുണ്ടല്ലോ, ഉണ്ട്.
പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഒക്കെ അള്ളാഹ്, നിസ്കാരം കഴിഞ്ഞാൽ മൊയ്തീൻ ശൈഖിന്, 12 റക്അത്ത് മൊയ്തീൻ ശൈഖിന്റെ പേരിൽ. കണ്ടോ, ഇതാണ് അള്ളാന്റെ കൂടെ ഔലിയാക്കൾ. അതുകൊണ്ടാണ് എന്ത്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിനെ കൂടാതെ ഔലിയാക്കളുടെ പിന്നാലെ പോകുന്ന ആളുകൾ, ആ പോക്ക് വലിയ അപകടമാണ്. എന്നിട്ട് ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെ അറിയോ, നന്ദി കെട്ട വർഗത്തെ അല്ല വിചാരണ ചെയ്യും. നന്ദി കെട്ട വർഗം, ഔലിയാക്കളെ പിന്നാലെ പോകുന്നവരെ പറ്റി അല്ല എന്താ പറഞ്ഞത്, നന്ദി കെട്ട വർഗം. ഇതിങ്ങനെ വായിച്ചിട്ടും നിങ്ങൾ ഔലിയാക്കളെ പിന്നാലെ തന്നെ പോവുക. അപ്പൊ ഞാൻ പറഞ്ഞതാ ശരി, തലച്ചോറ് പെരിച്ചായി തിന്നിട്ടുണ്ട്. എനിക്കൊരു സംശയമില്ല, തലച്ചോറിന്റെ ഒരംശം അവിടെ ഉണ്ടാവും, പെരിച്ചായി തിന്നിട്ടുണ്ടാവും. അല്ല ഖുർആനിൽ പറയണം, ഔലിയാക്കളെ പിന്നാലെ പോകുന്നവൻ നന്ദി കെട്ടവനാണ്. ആ നന്ദി കെട്ടവനാകാനാണോ നമ്മൾ? ഇതർത്ഥം വേറൊരർത്ഥത്തിൽ പറഞ്ഞ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സമസ്തക്കാരൊക്കെ നന്ദി കെട്ടവരാണ്. ദേഷ്യം പിടിക്കുന്നുണ്ടോ? അല്ല പറഞ്ഞു പറയാനാണ് ഞാനിവിടെ സ്റ്റേജിൽ. സമസ്തക്കാരൊക്കെ നന്ദി കെട്ടവരാണ്. കാരണം എന്താ, അള്ളാനെ വിട്ടിട്ട് ഔലിയാക്കളെ പിന്നാലെ പോകുന്ന പോലെ രണ്ടു കൂട്ടരും. അല്ല പറയണം, ഒറ്റ ആയത്തിലാ പറയുന്നത്, എന്റെ വകയല്ല. 39-ാം അധ്യായം 3-ാമത്തെ വചന നിങ്ങൾ ഇപ്പൊ എടുത്ത് വായിച്ചു നോക്കി, നിങ്ങളെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടല്ലോ. നന്ദി കെട്ടവൻ എന്നാ, അത് നന്ദി കേടാണ്. ഇവിടെ ഓതിയിരുന്നു സൂറത്ത് ഇബ്രാഹിമിലെ 14-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം, വൈദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവാണ് എല്ലാ നിയമത്തും നൽകി. അബ്ദുൽ സമദ് സഖാഫി എന്താ പറഞ്ഞേ, എല്ലാ നിയമത്തും നൽകിയ സീമടവൂരാണ്. ദുനിയാവിലും ആഖിറത്തിലും എല്ലാ നിയമത്തും തരുന്ന സീമടവൂരാണ്. ആലോചിച്ച് നിങ്ങൾ, എത്ര വലിയ കുഫ്റാണ്. ഇവിടുത്തെ മുസ്ലിം പോലും എന്ത് പറയാറില്ല, ശ്രീരാമനാണ് എല്ലാം നൽകിയെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലെന്ന്. മുദബ്ബിറുൽ ആലം ഏതെങ്കിലും ഒരു ഹിന്ദു പോലും പറയാറില്ല, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഭരിക്കുന്നത് ശ്രീകൃഷ്ണനാണ് എന്ന് പറഞ്ഞാൽ അവരെക്കാൾ പിഴച്ചൊരു വർഗ്ഗമായിട്ടാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. അതിന്റെ കാരണം ഉസ്താദുമാരാണ്, മനസ്സിലാക്കണം. നമ്മൾ ജനങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്നും മരിച്ചാൽ ശിർക്കിന്റെ അംശവുമായി മരിക്കരുത്. അങ്ങനെ മരിച്ചാൽ നരകത്തിലാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. വിശുദ്ധ ഖുർആൻ പറയണം 5-ാം അധ്യായം 72-ാമത്തെ വചനം, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ നരകത്തിലാണ് അവൻ, സ്വർഗം അവന് നിഷിദ്ധമാണ്. അത് വരരുത് എന്ന നിലയിലാണ് നമ്മളിത് പറയുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരോടും നമുക്കിത് പറയാനുണ്ട്. ഈ സിട്ടാവിലേക്ക് മഴ ചൊരിഞ്ഞു തരുന്ന പടച്ചവനിലേക്ക്, സൂര്യനെ ഉദിപ്പിക്കുന്ന പടച്ചവനിലേക്ക്, ചന്ദ്രന്റെ നേരിയ അംശം കാർമേഘം മൂടിപ്പോകുന്ന ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ ചന്ദ്രന്റെ നിലാവലകൾ നൽകിയ പ്രപഞ്ചത്തിന്റെ നാഥനെയാണ് ആരാധിക്കേണ്ടത്. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ ഫഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. വല്ലാത്തൊരു കാര്യമാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 10-11 വചന എന്താ പറയുന്നറിയോ, ആകാശമേലാപ്പുകളെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന തൂണുകളില്ലാതെ നാട്ടി വെച്ചിരിക്കുന്നു പടച്ചതമ്പുരാൻ. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ നാട്ടി നിർത്തിയ പടച്ചതമ്പുരാൻ. ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് മഴ ചൊരിഞ്ഞു തന്നു, എല്ലാ ജീവജാലങ്ങളെയും മുളപ്പിച്ചു, എല്ലാ സസ്യലതാദികളെയും മുളപ്പിച്ചു, എല്ലാം നിങ്ങൾക്ക് ഒരുക്കി തന്നു. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, ഇതിന് പുറമെ അള്ളാഹ്ക്ക് പുറമെ ആരെങ്കിലും സൃഷ്ടിച്ച വല്ല വസ്തുവും ഉണ്ടോ? മൊയ്തീൻ ശൈഖ് സൃഷ്ടിച്ച വല്ല വസ്തു? ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടുണ്ടോ? 22-ാം അധ്യായം 73. 35-ാം അധ്യായം 13-ാമത്തെ വചനം, ഒരു ഈത്തക്കുരുവിന്റെ പാട പോലും അവർ അധീനപ്പെടുത്തിയിട്ടില്ല. മരിച്ചുപോയൊരു വലിയും മരിച്ചുപോയൊരു നബിയും എന്ത് സ്വീകരിച്ചിട്ടില്ല? ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും അവർ അധീനപ്പെടുത്തിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ 34-ാം അധ്യായം അതിൽ പറയുന്നത് എന്താണെന്നറിയോ? 22-ാമത്തെ വചനത്തിൽ പറയുന്നത് ലാ യംലികൂന മിസ്കാല ദർറ എന്ന വല്ലാത്തൊരു പ്രയോഗം. ലാ യംലികൂന, അവർ അധീനപ്പെടുത്തിയിട്ടില്ല മിസ്കാല ദർറ, ഒരു അണുമണി തൂക്കം കഴിവ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഷിയാക്കളുടെ വാദം, അള്ളാഹ് കൊടുത്ത കഴിവ്. അങ്ങനെ ഒരു വാദമേ ഇസ്ലാമിനില്ല. അങ്ങ് ശരിക്കും ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? പ്രവാചകന്മാരോട് അള്ളാഹ് ഒരു തെറ്റിദ്ധാരണ തിരുത്തണം. റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, റബ്ബല്ലാത്ത മരിച്ചവരോട് ദുആ ചെയ്യാൻ പാടില്ല. നിങ്ങളാരും കരുതരുത്, ഞാൻ അവർ കഴിവ് കൊടുക്കും, കൊടുത്ത കഴിവ് നിങ്ങൾക്ക് തേടാം എന്ന ആശയം ഇസ്ലാമിനെതിരല്ല എന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറിച്ച് അള്ളാഹ് എന്താ പറയുന്നത്? ഒരു മിസ്കാല ദർറത്ത് കഴിവ് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഉസ്താദുമാര് പറയാ കൊടുക്കാത്ത കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് നുണ. ഞാൻ ചോദിക്കുന്നത്, 4 സ്ഥലത്ത് അള്ളാഹു പറയാണ് കഴിവ് കൊടുത്തിട്ടില്ല. ഉസ്താദുമാര് പറയുന്നത് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ ഖുർആൻ വചനം ഓതിയാൽ വേറൊരു പ്രശ്നമില്ല. തർക്കം ഒരൊറ്റ ഖുർആന്റെ വചനം.
മരിച്ചുപോയ അമ്പിയാ ഔലിയാക്കൾക്ക് ഞാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഞാൻ കൊടുത്ത കഴിവെന്നാന്ന് വിചാരിച്ചു. അവർ സ്വയം പര്യാപ്തരല്ല, ഞാൻ കൊടുത്ത കഴിവെന്നാണ് എന്ന് വിശ്വസിച്ചാൽ മതി എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഒരിടത്തും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരെല്ലാവരും അള്ളാഹിനോട് മാത്രം ചോദിച്ചവരാ. സത്യല്ലേ? ആണ്. ചിന്തിക്കുന്ന കിടന്നിട്ട് ആലോചിക്കും, എന്തിനാണ് ഞാൻ പരമകാരുണികനായ റബ്ബുള്ളപ്പോൾ, എല്ലാം നൽകുന്ന വദൂദായ അള്ളയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് മരിച്ചുപോയവരോട് ചോദിക്കുന്നത് എന്ന് ചിന്തിക്കും. ഏതെങ്കിലും ഒരു നബി അതിനു മുമ്പ് മരിച്ചുപോയൊരു നബീനോട് തേടിയതായിട്ടുണ്ടെങ്കിൽ അള്ളാഹ് എടുത്ത് പറഞ്ഞു തരൂലേ? അള്ളാഹ് എന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിച്ചു അള്ളാന്റെ ഖുർആനിൽ. അതുകൊണ്ട് വളരെ വളരെ ഗൗരവമായി ഓർക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, മക്കയിലെ ബൗദ്ധ വിശ്വാസികൾക്ക് പടച്ചോനെ വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. മാത്രമല്ല, അവർ കടലിൽ വെച്ച് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് അള്ളാഹ് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്, അള്ളാഹ് പ്രശംസിക്കുന്നുണ്ട് അവരെ. അള്ളാഹ് അവരോട് അതാണ് തൗഹീദ്, അതാണ് കരയിലും വേണ്ടത്. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഇന്നിങ്ങനെ വരുമ്പോൾ ഏതോ ഒരു വീട് ഖലീൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു, പാല് കാച്ചി ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹം തന്നെ അടുക്കളയിൽ കയറി പാല് കാച്ചി ഖലീൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഇസ്ലാമിന്റെ ചിഹ്നമല്ല അത്, ഹൈന്ദവരുടെ ആചാരമാണ്. സകല ആചാരവും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്താണ്. ഇസ്ലാം പഠിപ്പിച്ചൊന്നും ഇപ്പൊ നമ്മുടെ കയ്യിലില്ല. അങ്ങനെയുള്ള അല്ലേ? പള്ളികളൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര തോരണവും അലങ്കാരമായിരുന്നു. ഷോപ്പിംഗ് മാളാന്ന് വിചാരിക്കും, ലുലു മാളാണ് നോക്കാൻ തോന്നുന്നു. ആണ്, ലുലു മാളാണത്. എന്താ പറയുക, അവിടെ കച്ചവടാണ്, ഇവിടെയും കച്ചവടാണ്. മതക്കച്ചവടം, മതക്കച്ചവടത്തിന്റെ സ്ഥാപനമായിട്ട് ആ പരിശുദ്ധ ഭവനത്തെ പള്ളിയെ മാറ്റി. മനസ്സിലായില്ലേ? എന്താക്കി തീരും അടുത്ത വർഷം എന്നൊക്കെ അതൊക്കെ കണ്ടു നിൽക്കാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവും എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്ര കൂടുതലാണ്. എന്തും ചെയ്യാം, ഒരു നിയന്ത്രണമില്ല. കല്യാണത്തിൽ നിയന്ത്രണമില്ല, നബിദിനത്തിൽ നിയന്ത്രണമില്ല, വിദ്യത്തുകളിൽ നിയന്ത്രണമില്ല, സുന്നത്താര കൂടെ ഇല്ലതായി. അത്ര ഭീകരമായാണ് ആ കാര്യം നിലക്കുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ആലോചിക്കും. അബൂജഹലിന്റെ മകനായിരുന്നു ഇക്രിമ. ഇക്രിമ റളിയല്ലാഹു തആല അബൂജഹലിന്റെ മോനെ. ഈ അബൂജഹലിന്റെ മകൻ കപ്പലിൽ കയറി മുഹമ്മദ് നബിയുടെ മതം സ്വീകരിക്കണ്ടെന്ന് പറഞ്ഞ് കപ്പലിൽ കയറിയതാണ്. വേറെ നാട്ടിൽ പോയി ബൗദ്ധ വിശ്വാസമായിട്ട് ജീവിക്കാം, ട്രഡീഷനായ റിലീജിയനെ പിൻപറ്റി ജീവിക്കാം എന്ന നിലയിൽ തന്നെയാണ് ആ കപ്പലിൽ. അപ്പൊ കാറ്റും കോളും വന്ന് കപ്പലിങ്ങനെ ആടി ഉലഞ്ഞു. അത് ശരിക്കും സാധാരണക്കാര് സഹോദരിമാരൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നത്. കാറ്റിലും കോളിലും അത് ആടി ഉലഞ്ഞപ്പോ കപ്പിത്താൻ പറഞ്ഞു, അള്ളാനെ വിളിച്ചോളൂ, ഇനി അതല്ലാത്ത വേറെ വഴിയില്ല. ചിന്തിക്കണേ, അള്ളാനെ വിളിച്ചോളൂ, അതല്ലാത്ത വേറൊരു വഴിയും നമ്മുടെ മുമ്പിൽ ഇല്ല എന്നാ പറയുന്നത്. അപ്പം അബൂജഹലിന്റെ മോനെ ഇക്രിമ ചോദിച്ചു, എന്താ പറഞ്ഞേ? മുഹമ്മദ് നബി പറഞ്ഞ അള്ളാനെ വിളിക്കാനാണോ നിങ്ങൾ പറയുന്നത്? അതെ, മുഹമ്മദ് നബി പറഞ്ഞ ആ അള്ളാനെ വിളിക്കാനാ. ആ അള്ളാഹ്ക്ക് മാത്രമേ കടലിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അപ്പൊ കപ്പിത്താൻ പറഞ്ഞു, അതെ, അല്ലാണ്ട് ഇവിടെ നമ്മൾ വിളിക്കുന്ന ലോക്കൽ ഔലിയാക്കളോ അല്ലെ അമ്പിയാക്കളോ ഒന്നും ഇവിടെ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തില്ല. ഈ കടലിൽ നമ്മളെ രക്ഷപ്പെടുത്തണേ പടച്ചോൻ തന്നെ വേണം. അപ്പോഴാണ് ഇക്രിമ റളിയല്ലാഹു ചിന്തിച്ച്, ഇക്രിമ റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ഞാൻ കരയിലെത്തിയാൽ, ഈ കടലിൽ ഞാൻ രക്ഷപ്പെട്ടാൽ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാനെ ഞാൻ ആരാധിക്കും. കാരണം എന്താ, ഈ ആഴക്കടൽ രക്ഷിക്കാൻ അള്ളാഹ്ക്ക് പറ്റെങ്കിൽ ഇത്രയൊന്നും പ്രതിസന്ധി ഇല്ലാത്ത കരയിൽ ആ റബ്ബ് തന്നെ പോരേന്ന്. അതാണ് സമസ്തക്കാരനായിരുന്ന അബൂജഹലിന്റെ മകൻ. അന്ന് സമസ്തയുടെ വലിയ അറിയപ്പെട്ട കാളിയായിരുന്നു അബൂജഹൽ. ആ കാളിയാരുടെ മകനായിരുന്നു ഇക്രിമ. ഇതുപോലെ ഇന്നത്തെ അബൂബക്കർ മുസ്ലിയാരുടെ മകൻ ഹക്കീം. ആ ഇക്രിമ മാറിയത് എന്തുകൊണ്ടാ? കടലിലും അല്ല, കരയിലും അല്ല. മക്കയിലെ മുശ്രിക്കുകളുടെ പ്രത്യേകത എന്താ? ഇനി ഞാൻ പറയുന്ന 2 മിനിറ്റ് കാതു കൂർപ്പിച്ച് നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ചോളി. നിങ്ങൾക്ക് ചിന്തിക്കാനും ആരോടും പറയാനും നിങ്ങൾക്ക് പറ്റുന്ന ഒരു രംഗാത്. എന്താ അത്? ശരിക്കും ശ്രദ്ധിക്കണം. ഇക്രിമ എന്താ പറഞ്ഞത്? കരയിൽ ഞാൻ ലാത്തനെ വിളിക്കുന്നുണ്ട്, ഉസ്സനെ വിളിക്കുന്നുണ്ട്, വദ്ദിനെ വിളിക്കുന്നുണ്ട്, സുഹാനെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള മഹാന്മാരെയൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. കടലിൽ വെച്ചിട്ട് മുഹമ്മദ് നബി വിളിച്ച, ഞാൻ ഏറ്റവും വെറുത്ത മുഹമ്മദ് നബി വിളിച്ച ആ അള്ളാനെ വിളിക്കണം ഞങ്ങൾ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയണം, അങ്ങനെയാണെങ്കിൽ ഞാൻ കരയിലെത്തിയാൽ ഇസ്ലാം ആകും. ഇക്രിമ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അബൂജഹലിന്റെ മകൻ വരുന്നുണ്ട്, ആരും മോശമായിട്ട് പെരുമാറരുത്. അബൂജഹലിന്റെ മോനാണ് എന്നുള്ള നിലയ്ക്ക് ആരും മോശമായിട്ട് പെരുമാറരുത്. നിങ്ങൾ ആലോചിക്കണം. ഇനി ഞാൻ പറയുന്ന പോയിന്റ് എന്തിച്ചോ, ഇക്രിമ അതുവരെ കരയിലും കടലിലും വിളിച്ചവരെ അദ്ദേഹം ഉപേക്ഷിക്കും. എന്നാ കരയിലെത്തിയാൽ അദ്ദേഹം പിന്നെ വിളിച്ചോ? ഇല്ല. പക്ഷെ മുശ്രിക്കുകളോ കടലിൽ അള്ളാനോട് വിളിച്ചു, കരയിലെത്തിയപ്പോ അള്ളാന്റെ അടിമകളായ മരിച്ചുപോയവരോട് വിളിച്ചു. കടലിൽ വെച്ച് അള്ളാനെ വിളിച്ചതിനെ അള്ള പറയുന്നു അതാണ് തൗഹീദ്. കരയിൽ വെച്ച് ഔലിയാക്കളെ വിളിച്ചതിനെ പറ്റി അള്ള പറയുന്നു അതാണ് ശിർക്ക്. എന്നിട്ട് സമസ്തക്കാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പരസ്പരം ഏമർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു മൈലിയാർ അപ്പുറത്ത് ഒരു മൈലിയാർ ഇപ്പുറത്ത് നിന്നിട്ട് രണ്ടാളും ഒരേ സമയത്ത് തലക്കടിക്കുക. എന്നിട്ട് തലച്ചോറുണ്ടോ എന്ന് പരിശോധിക്കും. ഞാൻ ഈ പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടി പറയാണ്. കടലിൽ വെച്ച് അള്ളല്ലാത്തവരെ വിളിക്കാൻ തുനിഞ്ഞ ഇക്രിമ അള്ളാനെ വിളിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് ബോധ്യപ്പെടും. അങ്ങനെ അദ്ദേഹം അള്ളാനെ മാത്രം വിളിക്കുന്നു. കടലിൽ വെച്ച് അള്ള അദ്ദേഹത്തെ രക്ഷപ്പെടുന്നു.
കരയിൽ വരുമ്പോഴോ കരയിലും അല്ലാഹനെ തന്നെ വിളിക്കുമെന്ന് തീരുമാനിച്ച അദ്ദേഹം ഇസ്ലാമാകുന്നു. ഇനി ഖലീൽ തങ്ങൾ, നിങ്ങൾ എല്ലാവരും കേട്ടതാ, ഖലീൽ തങ്ങൾ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള AP സുന്നി വിഭാഗത്തിലെ വലിയ തങ്ങൾ. ആ ഖലീൽ തങ്ങൾ കടലിൽ പെട്ട് കപ്പലാണോ ബോട്ടാണോ എന്ന് മൂപ്പർക്ക് തന്നെ സംശയ. ഒരു മിനിറ്റ് പറയും കപ്പലാണ്, അടുത്ത സെക്കൻഡ് പറയും ബോട്ടാണ്, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് പറയും കപ്പലാണ് ബോട്ടല്ല, എന്തോ അടിച്ചിനോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും കാരണം 2 മിനിറ്റിനുള്ളിൽ തന്നെ കപ്പല് ബോട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോ എനിക്ക് നല്ലോണം തോന്നി എന്തോ അടിച്ചിട്ടുണ്ടാവും. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. എന്നിട്ട് മുമ്പ് അവിടെ നിന്ന് പറയാണ്, ഞാൻ അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വന്നത് ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാനില്ല. അബൂജഹലിന്റെ മകൻ ഇക്രിമ കടലിൽ വെച്ചിട്ട് എന്താ പറഞ്ഞത്? അല്ലാ, നീ അല്ലാതെ എന്നെ രക്ഷപ്പെടുത്താനില്ല അല്ലാ. അതുകൊണ്ടാ ഇക്രിമ മുസ്ലിം ആയത്. പക്ഷെ ഖലീൽ തങ്ങൾ പറയുന്നത് എന്താ? ഞാൻ മുസ്ലിമാണ്. ഏത്? കടലിലും ബദരീങ്ങൾ, കരയിലും ബദരീങ്ങൾ. മക്കാ മുശ്രിക്കുകളോ കടലിൽ പടച്ചോനെ മാത്രം, കരയിൽ. അപ്പൊ മക്കാ മുശ്രിക്കുകളുടെ പാതി ഈമാൻ പോലും ഇല്ലാത്ത സമ്പൂർണ്ണ കുഫറിൽ ജീവിക്കുന്ന ആളുകളാണ് ഖലീൽ തങ്ങളും അദ്ദേഹത്തിന്റെ അനുയായികളും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പ് തോന്നും, പക്ഷെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, അത് മഹ്ശറയിലാണ്. ഖലീൽ തങ്ങളെ പോലുള്ളവര് അബൂജഹലിന്റെ ഈമാൻ പോലും ഇല്ലാത്തവരാണ് എന്ന് ഞാൻ പലവരും വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ഉത്തമ ബോധ്യം. ഞാൻ ഖുർആൻ വായിക്കുന്ന ഒരാളാണ്, ഡെയിലി ഒറ്റ ദിവസമില്ല അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യാത്ത ദിവസമില്ല സഹോദര. ആ ഖുർആനാണ് നമ്മളോട് പറയുന്നത്, ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. കടലിലെ കാറ്റിലും കോളിലും വിട്ട് അവർ അല്ലാഹനെ മാത്രം വിളിക്കും. കരയിലെത്തി അവരതാ ശിർക്ക് ചെയ്യുന്നു. അപ്പൊ കരയിലെ ശിർക്ക് എന്താ? കരയിലെ ശിർക്ക് അല്ലാത്ത മഹാന്മാർക്ക് അല്ലാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന നിലയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോ കടലിലും കരയിലും പടച്ചോനെ മാത്രം വിളിക്കുക എന്നുള്ളതാണ് ആദർശ സമ്മേളനത്തിന്റെ ഏറ്റവും കാതലായ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഒരു പ്രവാചക തിരുമേനി വന്നു. ആ പ്രവാചകൻ ലോകത്തിന് പല നന്മകളും പഠിപ്പിച്ചു. ആ പ്രവാചകൻ സംസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടു. സൂറത്ത് ഖലമിലെ 4-ാമത്തെ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം കൊണ്ടുവന്നതിനെ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. 59-ാം അധ്യായം 7-ാമത്തെ വചനം. അല്ലാഹുവിന്റെ റസൂൽ എന്തൊന്ന് കൊണ്ടുവന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിങ്ങൾ സ്വീകരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് വിലക്കിയോ അത് നിങ്ങൾ വിട്ടു നിൽക്കുക. ദൗനി മാ തറക്തുകും മിന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റത സുവാലിഹിം. ഞാൻ ഉപേക്ഷിച്ചതായതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയും അധികരിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാതിരിക്കുകയും അനാവശ്യങ്ങളിൽ നിങ്ങൾ വിഹരിക്കാതിരിക്കുകയും ചെയ്യുക. അമ്പിയാക്കളുള്ള ഭിന്നതയും അധികരിച്ച ചോദ്യവും ഒരു സമൂഹത്തെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യരുത് എന്ന് ദൂതൻ. പറയുക നബിയെ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബിയെ പിൻപറ്റാൻ അവരോട് പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടി. അതാണ് ദീൻ എന്ന നിലയിൽ പഠിപ്പിച്ചിട്ടേ ഇല്ല. ജന്മദിനം കൊണ്ടാടുന്നവർ തന്നെ പറയുന്നത് 3 നൂറ്റാണ്ട് വരെ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ നൂറ്റാണ്ട്, ഉത്തമമായ തലമുറ അതിന്റെ തലമുറയാണ്, അതിനടുത്ത തലമുറയാണ്, അതിനടുത്ത തലമുറയാണ്. ആ തലമുറക്കൊന്നും പരിചയമില്ലാത്ത അല്ലേ, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ. ഹിജ്റ 300-ന് ശേഷം ഉണ്ടായതാ, അത് ദീനല്ല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇസ്ലാമിന്റെ ആരംഭകാല ഇസ്ലാം അൽ-യൗമ അക്മൽതു ലക്കുമില്ലേ, അന്ന് എന്താണോ ദീൻ അത് ലോകാവസാനം വരെ ദീനാണ്. അന്ന് എന്ത് ദീനല്ലയോ അത് ലോകാവസാനം വരെ ദീനല്ല. അപ്പൊ അന്ന് എന്താണോ ദീൻ അതാണ് ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബിനോട് പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറും തട്ടി നിരത്താതെ വിട്ടേക്കരുതേ എന്നാ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ലാ തജിൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ ഉറൂസ് നടക്കുന്ന സ്ഥലം ഉണ്ടാകണേന്നാ. അല്ലാഹുമ്മ ലാ തജിൽ ഖബരി ഐദാ,
എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കരുതേന്ന്. നടക്കണമെന്നല്ല, നടക്കരുതേന്ന്. ഞാനിവിടുത്തെ സമസ്തക്കാരോട് ചോദിക്കാം, നബി വഹാബിയായിരുന്നു, എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കരുതേന്ന്. നമ്മൾ മമ്മർന്നം കണ്ട ദർഗയിൽ ഇവിടെ ഏതൊക്കെ ദർഗുണ്ടോ ആ ദർഗയിലൊക്കെ നമ്മൾ നടത്തുന്ന ഉറൂസല്ലേ. പക്ഷെ റസൂൽ പറയണേ, എന്റെ കബറിടത്തിൽ നേർച്ച നടക്കരുതേ റബ്ബേ, ഉത്സവം നടക്കരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചാളാ റസൂല്. അത് ദീനാണെങ്കിൽ നബി അങ്ങനെയാണോ പ്രാർത്ഥിക്കുക? ലോകത്തിലെ ഏറ്റവും വലിയ നബി ഞാനാണ്, അതുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ആനയും വെടിക്കെട്ടും അമ്പാരിയുള്ള ഉത്സവം എന്റെ മസ്ജിദ് നബവിയിലാകണം എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്? സുഹൃത്തുക്കളെ, കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്ക്. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത് എന്താ? അല്ലാഹുമ്മ ലാ തജിൽ ഖബരി വതനൻ യുഅബദ്, അല്ലാഹുമ്മ ലാ അല്ലാഹുവേ എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത് കെട്ടി ഉയർത്തപ്പെട്ട കബറുകളെയല്ല, തച്ച് നിരപ്പാക്കപ്പെട്ട കബറുകളെയാണ്. കാരണം അലി ഇബ്നു അബീ താലിബിനോട് കബറുകളൊന്നും പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ തച്ച് നിരപ്പാക്കാനാണ് പറയുന്നത്. ഒരു കാരണവശാലും പടച്ചവന് നൽകേണ്ട എന്തെങ്കിലും ഒന്ന് സൃഷ്ടികൾക്ക് നൽകാൻ പഠിപ്പിച്ചിട്ടേയില്ല. ഒരു കറാമത്തും ഇസ്ലാമിക ചരിത്രത്തിൽ വിറ്റയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മറിയം ബീവിന്റെ കറാമത്ത് കണ്ട് സക്കറിയ നബി അത് കച്ചവടാക്കി മറിയം ബീവിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെയാണ് നമ്മൾ ചില ബീവിമാരെ കൊണ്ടിടക്കും, ചില ഔലിയാക്കളെ കൊണ്ടിടക്കും. പക്ഷേ സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ കറാമത്ത് കണ്ടിട്ട് അല്ലാഹുവിനോട് തേടിയ ആളാണ്. ശരിക്കും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അന്നാലകി ഹാദാ, മറിയമേ ഇത് എവിടുന്ന് കിട്ടിയതാണ്? ഖാലതു മിൻ ഇന്ദില്ലാഹ്, ഇതെന്റെ റബ്ബിൽ നിന്ന് കിട്ടിയതാണ്. ഇതെന്റെ കഴിവാണെന്നല്ല, ഇതെന്റെ റബ്ബിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ് അല്ലേ. അതുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുവേ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ വെച്ചുകൊണ്ട് തന്നെ ഹുനാലിക ദഅ സക്കറിയ റബ്ബഹു, ഹുനാലിക ദഅ സക്കറിയ മറിയം എന്നല്ല, സക്കറിയ നബി മറിയം ബീവിനോട് തേടിയെന്നല്ല, സക്കറിയ അല്ലാഹുവിനോട് തേടിയെന്ന്. കാരണം എന്താ? എവിടുന്നാ കിട്ടിയ പെണ്ണേന്ന് ചോദിച്ചു. ഇത് എന്റെ കഴിവാണെന്ന് പറഞ്ഞാലല്ലേ അവരോട് ചോദിക്കണ്ടേ? അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി നോക്ക്. എന്തൊരു ക്ലാരിറ്റിയാണ് അള്ളാഹിന്റെ ഖുർആനിൽ. പക്ഷെ മൊയ്ലിയന്മാർ ഇത് വായിക്കൂല. ഇത് ഇങ്ങനത്തെ ആയത്തൊന്നും മൊയ്ലിയന്മാർ വായിച്ച് കേൾപ്പിക്കും ഒരു സുന്നി സദസ്സില്. കാരണം മറിയം ബീവിയോട് സക്കറിയ നബി ചോദിക്കുകയാണ്, അന്നാലേക്ക് ഹാദ, ഇത് എവിടുന്ന് കിട്ടീന്ന്, ഇത് എവിടുന്ന് കിട്ടീന്ന്. അപ്പൊ അവര് പറയണത് പഠിച്ചോണ്ടാണ്. ഇത് കേട്ട സക്കറിയ നബി എന്താ മനസ്സിലാക്കേണ്ടത്? കറാമത്ത് ഇല്ല എന്നാണോ ഉണ്ട് എന്നാണോ? കറാമത്തുണ്ട്, അത് അള്ളാഹ് തന്നതാണെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ചോദിക്കേണ്ടത് ആരോടാ? ചോദിക്കേണ്ട അള്ളാഹിനോട്. അപ്പൊ കറാമത്തുണ്ടോ? ഉണ്ട്. നിഷേധിക്കാമോ? പറ്റില്ല. പക്ഷെ കറാമത്തുള്ളവനോട് തേടാമോ? പാടില്ല. എന്താ കാരണം? 3-ാം അധ്യായം 36 മുതൽ 42 വരെയുള്ള വചനം. അതുകൊണ്ടാണ് സക്കറിയ നബി ഹുനാലിക ദഅ സക്കറിയ മറിയം എന്നല്ല, ഹുനാലിക ദഅ സക്കറിയ റബ്ബഹു, റബ്ബിനോട് തേടി. കാരണം മറിയം ബീവിക്ക് ഇതൊക്കെ കൊടുത്ത റബ്ബാ. സീസൺ ഇല്ലാത്ത കാലത്ത് ഭക്ഷണം കൊടുത്ത റബ്ബാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനോട് തേടുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുക. അതാ ഖുർആനിലുള്ളത്. നേരെ മറിച്ച് സമസ്തക്കാർ പറയുന്നത് ശരിയാണെങ്കിൽ സക്കറിയ നബി മറിയം ബീവിനോട് തേടി നമുക്ക് കാണിച്ചു തരേണ്ടിയിരുന്നു. അത് ഖുർആനിൽ ഉണ്ടാകേണ്ടിയിരുന്നു. അതനുസരിച്ച് അമല് ചെയ്തവരുണ്ടാകണം. അതില്ല. ഇനി ഇതിനേക്കാൾ തെളിച്ച് നിങ്ങളോട് പറയാൻ ഞാനാണ്. അത്രയും ലളിതമായിട്ടാണ് ഞാനിത് പറയുന്നത്. ഇത്രയും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ. ഇനി മറിയം ബീവിയുടെ കറാമത്ത് മിഹ്റാബിൽ വരുമ്പോ ഒക്കെ സക്കറിയ നബി കാണുന്നുണ്ട്. ശരിക്കും ഞാൻ പറയാം, നമ്മളിപ്പോ ഈ നാട്ടില് നേരത്തെ പറഞ്ഞ പോലെ തെക്കേപ്പുറത്തെ ഒരു വലിയ മസ്ജിദ്, ആ മസ്ജിദിലെ ഉസ്താദ് സുബൈബാൻ കൊടുക്കാൻ വരുമ്പോ മിഹ്റാബിൽ ഒരു പെണ്ണ് എന്ന് വിചാരിക്കുക. ആകാശത്ത് നിന്ന് ആ പെണ്ണിന് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇറക്കി കിട്ടുന്നത് അദ്ദേഹം കാണുകയാണെന്ന് വിചാരിക്കുക. ആകാശത്ത് നിന്ന് ഇങ്ങനെ ഭക്ഷണം ഒരു നൂലുമലൊന്നും കിട്ടിയല്ല, അള്ളാഹ് എത്തിച്ചു കൊടുക്കും. അഭൗതികമായ മാർഗത്തിലൂടെ ഉള്ളതാണത്. ഈ കറാമത്ത് ഇങ്ങനെ കാണുകയാണെന്ന് വിചാരിക്കാം. മൊയ്ലിയാര് ഒരു 3-4 ദിവസം തുടർച്ചയായി കണ്ടു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും സ്ഥിതി? മൈക്കും കൊണ്ടാണോ വന്നോളിയോ, ഒരു വലിയ ബീവിച്ചി വന്നിക്കണോ എന്ന് പറഞ്ഞിട്ടൊരു അനൗൺസ്മെന്റ്. സത്യല്ലേ? പിന്നെ എന്താവുക നാട്ടിൽ? ആ പള്ളിയിലേക്ക് കാറും തിരക്കും ബഹളവും, അവിടെ ഒരു ബീവിയും. എന്തുകൊണ്ട് സക്കറിയ നബി ചെയ്തില്ല? ഒറിജിനൽ വഹാബി, 916 കാരറ്റ് വഹാബി. കറാമത്തിനെ അംഗീകരിച്ചു, പക്ഷെ കറാമത്തുള്ളവരെ പൊക്കി നടക്കണ പരിപാടി സക്കറിയ നബിക്കില്ല. ഇനി ഇതിനേക്കുള്ള ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടോ? അത് എത്ര കൃത്യമാണ്, ആലോചിച്ചു നോക്കി നിങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടൽ കിടക്കുമ്പോ അവര് പറയാണ്, കൂടുതലുള്ള ആളുകൾ പിടിക്കപ്പെട്ടത് തന്നെ മൂസ, പിടിക്കപ്പെട്ടത് തന്നെ മൂസ. ശരിക്കും അവര് പറയേണ്ടത് എന്താ? ശരിക്കും അനുയായികൾ എന്താ പറയുക? തോണ്ടിയിട്ട് ബേജാറൊന്നുണ്ട്, മൂസാ നബി വടിയുണ്ട്, ഈ നോക്കിക്കോ ചെങ്കടലിനടിക്കും, അങ്ങനല്ലേ പറയുന്നത്. പക്ഷെ അവര് പേടിച്ചപ്പോ മൂസാ നബി പറയാണ്, ഇന്ന മഅ റബ്ബീ സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചിരുന്നു. തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം നബി എനിക്കൊരു വഴി കാണിച്ചിരുന്നാണോ പറഞ്ഞ്? അല്ല, എന്റെ റബ്ബ്. സമസ്തക്കാർ പറയുന്നത് മൊയ്തീൻ ശൈഖ് വഴി കാണിച്ചിരുന്നു, മമ്പർദങ്ങൾ ഒരു വഴി കാണിച്ചിരുന്നു. അവർ ഈ മജ്ലിസിലുണ്ട്, അവർ ഇടപെടുന്നുണ്ട്. നബി തപ്പം കേട്ട് ഇറങ്ങിയിട്ടാണ്. ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ നബി ഇങ്ങോട്ട് വരുന്നത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രയാസം നേരിട്ട് നബി എണീറ്റ് ചെയ്യുന്നു. വലിയ പറയാ
നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ വെറുതെ പറയാ? അല്ല സുഹൃത്തുക്കളെ, മൊയ്ലിയന്മാര് പറയണ. പഠിച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിക്കുന്ന ഒരാൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റില്ല. കൊടുത്ത കൈ വന്നതും മരിച്ചതിന് ശേഷം ഉള്ളതെന്നും. ഈ നാട്ടിലൊരു വലിയ തങ്ങൾ വേണ്ട, പാണക്കാട് തങ്ങൾ മരിക്കും, കുറെ തങ്ങന്മാര് മരിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നുമില്ല, ഖലീൽ തങ്ങൾ മരിച്ചു എന്നായിരിക്കും. മൂപ്പര് കുറെ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം, ചിലപ്പോൾ ഷെൽഫിനൊക്കെ താക്കോല് മൂപ്പര് അറിയക്കൊള്ളായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഖലീൽ തങ്ങൾ മരിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കുക. അദ്ദേഹത്തിന് കട്ടിലൊക്കെ കിടത്തി എല്ലാവരും കാണുന്നുണ്ട്, പരസ്യമായിട്ട് മയ്യത്തൊക്കെ വെച്ചിട്ടുണ്ട്, ഓഡിറ്റോറിയത്തിലോ മൈതാനത്തിലോ ഒക്കെ വെക്കല്ലോ. അങ്ങനെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ആളുകൾ വന്ന് നോക്കുകയാണ്. അപ്പൊ ചോദിക്കുകയാണ്, ഖലീൽ തങ്ങളോട്, അല്ല ഈ മായുധന്റെ താക്കോല്, അതിന്റെ സെൽഫിന്റെ താക്കോല്, കോടിക്കണക്കിന് ഉറുപ്പ്യ സൂക്ഷിച്ച സ്ഥലം, അതിന്റെ താക്കോലൊക്കെ എവിടെയെന്ന് ഏതെങ്കിലും ഒരു തങ്ങൾ അദ്ദേഹത്തെ തൊട്ട് ചോദിക്കോ? ചിന്തിക്ക്. കബറിൽ എത്തിച്ചിട്ടില്ല, കബറിൽ എത്തിയിട്ടില്ല, ഭൂമിന്റെ മേലെ കട്ടിലിന് എത്ര ഹൈറ്റ് ഉണ്ടോ അതിന്റെ മേലെ കിടക്കണ ഈ ബോഡി. ആ ബോഡീനെ തോണ്ടിയിട്ട് ആ താക്കോൽ എവിടെ എന്ന് ചോദിക്കോ? അങ്ങനെ ഏതെങ്കിലും ഒരു ഉസ്താദ് അവിടെ വെച്ച് ചോദിച്ചാൽ നാട്ടുകാരെന്താ, പാവം നല്ല മനുഷ്യനായിരുന്നു, ഖലീൽ തങ്ങൾ മരിച്ചതിന്റെ പേരിൽ ഭ്രാന്തായി പോയി. മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ മയ്യത്ത് വെച്ചിട്ട് വരെ ചോദിച്ച ഭ്രാന്താന്ന് പറയും നമ്മള്. പിന്നെ കട്ടിൽ ഒഴിവാക്കി ഭൂമിയിൽ നിന്ന് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച എല്ലാം കേൾക്കുന്നു വിശ്വസിക്കുന്ന നിന്റെ തലച്ചോറ് പെരിച്ചായി തിന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ പറയണ്ടേ? നിങ്ങളൊരു കാര്യം, ഖലീൽ തങ്ങൾ മരിക്കുമല്ലോ, അത് മരിക്കുന്നെന്ന്, കാന്തപുരം മരിക്കുന്നെന്ന് നിങ്ങളൊന്ന് വിളിച്ചിട്ട് അതിനൊരു ഉത്തരവില് ആ കബറിൽ വെക്കുന്നതിന് ഉത്തരം തരുമെങ്കിൽ, നിങ്ങൾ ഇനി കബറിൽ എത്തിയതിന് ശേഷം തരുന്നത് എന്നാ അങ്ങനെയാണെങ്കിലും നമുക്ക് നോക്കാലോ, കബറൊന്ന് മാന്തി വെക്കാം. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നമുക്ക് മാന്താൻ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ അനുവാദം തന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭതങ്ങൾ മരിച്ചെടുക്കുമ്പോൾ അതിനെ മാന്തി ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ചോദിക്കുകയും ഉത്തരം ചെയ്യുക. അതുണ്ടാവോ? ഇല്ല. അതുകൊണ്ട് ജനങ്ങളെ, ഇങ്ങനൊരു സമ്പ്രദായം ഇത് ഇസ്ലാമല്ല. ഞാനിങ്ങനെ വിചാരിക്കും, പടച്ചോൻ തരാത്തു, അല്ല ചോദിക്കാൻ, എടോ ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടിയല്ലേ, നീ എനിക്ക് കാണിച്ചു താ, എന്തൊന്നാണ് അള്ളാഹ് പുറമെ സൃഷ്ടിച്ചത്, നീ എനിക്കൊന്ന് കാണിച്ചു താ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമുക്ക് റബ്ബ് തന്നതാണ് എല്ലാം, അള്ളാഹുവാണ് നമുക്കെല്ലാം തന്നത് എന്നിരിക്കെ ആ റബ്ബിനോടല്ലാതെ വേറെ ആരോടാണ് നമുക്ക് തേടാനുള്ളത് സുഹൃത്തുക്കളെ? അതാണ് മറ്റൊരു കാര്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, നബി ജീവിതത്തിൽ ഒരിക്കലും അല്ലാത്ത ഒരാൾ ദുആ ചെയ്തിട്ടില്ലല്ലോ. ടോയ്ലറ്റ് കയറുമ്പോൾ ഏത് കാല് വെക്കണം, എന്ത് ദുആ ചെയ്യണം, ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത്, എല്ലാം പഠിപ്പിച്ചു. പള്ളിയിലൂടെ കയറുമ്പോൾ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വാഹനം സ്ലിപ്പാകുമ്പോൾ, വാഹനത്തിൽ പോകുമ്പോൾ, ഒരു ടൗണിൽ ഇറങ്ങുമ്പോൾ, ഒരു മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ നമുക്ക് ഒരെണ്ണം റബ്ബന അല്ലാഹുമാന്നല്ലാതെ ഒരു ഷെയ്ഖിലേക്ക് ചേർത്തിട്ട് ഉണ്ടോ? ഇല്ല. സി എം മടവൂരിനോട് കുട്ടികളെ വരെ ഇരുത്തി ഉസ്താദുമാർ പറയുന്നത് എന്താണ്? എന്താ അവര് പാടുന്നത്? ഷെയ്ഖിനെ വിളിച്ചിട്ട് പാടുകയാണ്, ഞങ്ങളുടെ ഷെയ്ഖോരെ ഉങ്ങളെ തുണയല്ലാത്തൊരു തണലും ഞങ്ങൾക്കില്ല ഷെയ്ഖോരെ, നിങ്ങളെ തണലാളുന്നില്ല. എന്ത് കുഫ്രാൻ, എത്ര വലിയ ശിർക്കാണ് വലിയമാര് പഠിപ്പിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു നബി പാടി? അള്ളാന്റെ റസൂൽ ജീവിച്ചിരുന്ന കാലത്ത് സഹാബത്ത് അങ്ങനെ ചെയ്തിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പ്രദേശത്ത് പടനയുടെ പരിസരത്തുള്ള എന്റെ പ്രസംഗം കേൾക്കുന്ന, ഓൺലൈനിൽ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക, എന്തിനാണ് ഈ ശാന്തി? ഇല്ല, റബ്ബിനോട് ചോദിച്ചാൽ കിട്ടൂല നിങ്ങൾക്കുണ്ടോ? എങ്കിൽ റബ്ബിനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം സൂറത്ത് ഫുർഖാനിന്റെ അവസാന വചനം അതിൽ പറയുന്നതറിയോ? നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ റബ്ബ് നിങ്ങളെ പരിഗണിക്കൂല. അപ്പൊ റബ്ബിനോട് ദുആ ചെയ്താൽ റബ്ബ് പരിഗണിക്കും. നബിയെ പറയുക, ഫഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യൂ, റബ്ബ് നിങ്ങൾക്ക് ഉത്തരം തരും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. രണ്ടാം അധ്യായം സൂറത്ത് ബഖറ. അതെല്ലാം പറയുന്നത് 186. അള്ളാഹിനോട് ചോദിക്കാനാണ്. അള്ളാഹിനോട് ചോദിച്ചോളൂ, അള്ളാഹ് ഉത്തരം ചെയ്യും. അതുകൊണ്ട് ഞങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, നോളജ് സിറ്റി എന്ന് പറയുന്ന കാന്തപുരം ഉസ്താദിന്റെ വിദ്യാഭ്യാസ സംശയം, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്സരി പറയുന്നുണ്ട്, നോളജ് സിറ്റിക്ക് ഒരുപാട്, അതായത് പഞ്ചായത്തിൽ നിന്ന്, ബ്ലോക്കിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായി, പരാതികളുണ്ടായി. അപ്പോഴൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചത് ബദരീങ്ങളോടാണ്. പ്രതിസന്ധി ഉണ്ടായപ്പോൾ ബദരീങ്ങൾ പ്രാർത്ഥിച്ചത് ആരോടാ? അള്ളാഹിനോടാണ്. ഏതുപോലെ സിമ്പിൾ ആയിട്ട് പറയട്ടെ, യേശുവിനെ കുരിശിലേറ്റുമ്പോൾ യേശു പ്രാർത്ഥിച്ചത് പടച്ചോനോടാണ്. ബൈബിളിൽ അതുണ്ട്. യേശുവിനെ കുരിശിലേറ്റുമ്പോൾ പ്രാർത്ഥിച്ചത് പടച്ചോനോടാണ്. ക്രിസ്ത്യാനികളോ പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണ്. ഒന്നുകൂടെ മനസ്സിലാക്ക്. യേശുവിനെ കുരിശിലേറ്റുമ്പോൾ യേശു പറയാണ്, കർത്താവേ കർത്താവേ നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ്. ഏലി ഏലി ലമ്മാ സബക്താനി. ഈസാ നബി കുരിശിൽ കയറുന്നത് പ്രാർത്ഥിച്ചു ബൈബിൾ, മത്തായിയുടെ സുവിശേഷം. യേശു പ്രാർത്ഥിച്ച് പടച്ചോനോടാണ്. ഇന്ന് ക്രിസ്ത്യാനികളോ? ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന യേശുവിനോടാണ്. ബദരീങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചത് പടച്ചോനോടാണ്. എന്താ തെളിവ്? 8-ാം അധ്യായം സൂറത്ത് അൻഫാൽ 9-ാമത്തെ വചനം. ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും.
അന്നീ മുമിദ്ദുകും ബിഹൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ബദർ യുദ്ധത്തിൽ മുഹമ്മദ് നബിയും അനുയായികളും റബ്ബിനോട് ഇസ്തിഗാസ നടത്തി. അപ്പൊ പ്രതിസന്ധി നേരിട്ടപ്പോ 1000-ലധികം വരുന്ന ശത്രു സൈന്യത്തോട്, സർവായുധ വിഭൂഷരായ ശത്രു സൈന്യത്തോട് ഏറ്റുമുട്ടാൻ, ശത്രുക്കൾ പ്രവാചകനോട് ഏറ്റുമുട്ടാൻ വരുമ്പോ സ്വഹാബത്ത് പ്രാർത്ഥിച്ചത്, ആ ബദറിൽ പങ്കെടുത്തവർ പ്രാർത്ഥിച്ചത് പടച്ചവനോട്. സമസ്തക്കാരോ ബദരീങ്ങളോട്. ക്രിസ്ത്യാനികളോ യേശു പ്രാർത്ഥിച്ചത് പടച്ചവനോട്, ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചത് യേശുവിനോട്. അതേ അവസ്ഥ. അതുകൊണ്ടാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, വഴിവേച്ച ക്രിസ്ത്യാനികളുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കല്ലേ. യേശു കുരിശിൽ കിടന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു. മുഹമ്മദ് നബി ബദറിൽ ടെന്റിൽ കിടന്ന് അള്ളാഹിനോട് ദുആ ചെയ്തു. ഈസാ നബിയുടെയും മുഹമ്മദ് നബിയുടെയും വഴി ഒന്നാണ്, ക്രിസ്ത്യാനികളുടെയും സമസ്തക്കാരുടെയും വഴി അതല്ല. മാഷാ അല്ലാഹ്, വല്ലാത്തൊരു ക്ലാരിറ്റിയാ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. എത്ര കണ്ട് ചിന്തിക്കുന്നുണ്ട് ഓരോരുത്തരെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു വല്ലാത്ത ക്ലാരിറ്റിയാണ്. കുരിശിൽ കിടന്ന് പടച്ചവനോട് പ്രാർത്ഥിച്ച ഈസാ നബി, ബദറിന്റെ ടെന്റിൽ കിടന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ച മുഹമ്മദ് നബി, അഗ്നികുണ്ഡത്തിലിരുന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി, ഇവരൊക്കെ ഒറ്റക്കെട്ട. ചെങ്കടലിലെടുത്ത് വന്ന് പ്രാർത്ഥിച്ച മൂസാ നബി, ഇവരൊക്കെ ഒരേ വഴിയിലാണ്. അവരുടെ വഴിയിലാണ് ഞങ്ങൾ മുജാഹിദുകൾ എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഖുർആനിനെ പറ്റി 2-3 വാക്ക്. ഈ ഖുർആൻ സകല മനുഷ്യർക്ക് നാം ഓതി കൊടുക്കുകയും കേൾപ്പിക്കുകയും വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഖാദിയിലും ദുൽമജാസിലും മജന്നായിലും സൂറത്ത് റഹ്മാൻ ഓതി അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിയട് കിട്ടി. പബ്ലിക്കിലെ ഓതുന്നത്. കഅബത്തിന്റെ അടുത്ത് നിൽക്കുന്ന നബി, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബിംബാരാധകർ വരുമ്പോൾ അവരെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് പറയാണ്, അള്ളാഹിനെ വിളിച്ചോളി. ക്ഷേത്രത്തിലൊക്കെ അവസരം കിട്ടിയ ഒന്നും ഒഴിവാക്കരുത്. അവിടെ പോകണം, പ്രസംഗിക്കണം, വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കണം. ഈശാവാസ്യോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെ ആരാധിക്കരുത്, പടച്ചവനെ അല്ലാതെ എന്നാണ് ആ വാചകത്തിന്റെ പൊരുൾ. ഒരു ദേവ പിതൃമാനവാദികളെയും ആരാധിക്കരുത് എന്നാണ്. അങ്ങനെ ആരാധിച്ചാൽ നരകത്ത് പോകുന്ന 5-ാം അധ്യായം 72-ൽ പറഞ്ഞ അതേ വാചകമാണ് ഈ 12-ാമത്തെ വചനത്തിൽ പറയുന്നത്. അത് 72, ഇത് 12. ആലോചിച്ച് നോക്കിങ്ങള്. 12-ാമത്തെ വചനത്തിൽ പറയണേ, ശ്ലോകത്ത് പറയണേ കാര്യം, നരകത്ത് പോകും അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ. ശ്രീരാമനെ വിളിക്കരുത്, ശ്രീകൃഷ്ണനെ വിളിക്കരുത്, ദേവീദേവന്മാരെ വിളിക്കരുത്. ഹിന്ദുധർമ്മ പരിചയം എന്നൊരു പുസ്തകമുണ്ട്. കെ പരമേശ്വരൻ പിള്ളയാണ്, പുറനാട്ടുകര, തൃശൂർ. ആ പുസ്തകത്തിന്റെ 148-ാമത്തെ പേജ് 21-ാമത്തെ അധ്യായം 3-ാമത്തെ പാരഗ്രാഫ് പറയുന്നത്, ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ഒരു പുൽക്കൊടി പോലും നീക്കണമെങ്കിൽ സാക്ഷാൽ അള്ളാഹു കഴിവ് കൊടുക്കണം. കണ്ടോ, ഹൈന്ദവരുടെ പോലും വിശ്വാസം എന്താണ്? അള്ളാഹ് കഴിവ് കൊടുത്താൽ. സമസ്തയുടെ വിശ്വാസം എന്താണ്? അള്ളാഹ് കഴിവ് കൊടുത്താൽ. ആ വഴിയുണ്ടല്ലോ, ആ വഴി വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഇന്ന് മക്കയിലെ മുശ്രിക്കുകളോട് എങ്ങനെയാണോ നബി സംവദിച്ചത്, അങ്ങനെ സംവദിക്കേണ്ടവരാണ് കേരളത്തിലെ എല്ലാ വിഭാഗവും. അതുകൊണ്ട് തന്നെ ധൈര്യസമേതം മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. 3-ാമതായി നമുക്ക് മരിക്കണം. മരണം. എത്രയോ ആളുകൾ മരിച്ചു പിരിയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 6:45 ഞങ്ങളുടെ പള്ളി കമ്മിറ്റിയിൽ ഒരു മെമ്പർ, അദ്ദേഹത്തിന് പള്ളിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടിന്റെ കൊലായിലിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. 6:45 ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം എനിക്ക് കൈ ഉയർത്തി. അബ്ദുള്ള കുട്ടിക്ക, എന്റെ വലിയൊരു അമ്മായിയുടെ മകനും കൂടിയാണ്. ഞാൻ വീട്ടിലെത്തി 10 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മകളെ വിളിച്ചു, ഉപ്പാക്ക് എന്തോ അസ്വസ്ഥതയാണ്, മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി, നിങ്ങളൊന്ന് പോകണം. അങ്ങനെ ഞാൻ ദ്രുതഗതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. അവിടുത്തെ ക്രിട്ടിക്കൽ വാർഡിലേക്ക് കയറി. അപ്പൊ തന്നെ അവിടെ കൗണ്ടറിൽ ആൾ പറഞ്ഞു, ആള് മരിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മരിച്ചു പോകുന്ന ആളുകളാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ യൗമൽ ഖിയാമ യൗമൽ ഖിയാമ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുന്നതാണ്. 29-ാം അധ്യായം 50-ാമത്തെ വചനം, 3-ാം അധ്യായം 185-ാമത്തെ വചനം. എല്ലാ നഫ്സും അല്ലേ, അല്ലാഹ് പറയാണ്, ഞാൻ നിങ്ങൾക്കിടയിൽ വഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിങ്ങൾക്ക് മരണം വിധിച്ചിരിക്കുന്നു, നിങ്ങൾക്കിടയിൽ മരണം വിധിച്ചു. അതിനെ അതിജയിക്കാൻ അല്ലാഹ് പറയാണ്, ഒരാൾക്ക് മരണത്തെ അതിജയിക്കാൻ കഴിയില്ല. 1400 വർഷമായിട്ട് ഈ ഖുർആൻ അവതരിച്ചിട്ട് ഇന്ന് വരെ ഈ ഒരു വാക്ക് തെറ്റിയോ? ഏതെങ്കിലും ഒരാളെ ജീവിപ്പിക്കാൻ കഴിഞ്ഞോ? മരിച്ചവരെ അല്ലാഹ് പറയണം, മരിച്ചാൽ പിന്നെ നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിയൂല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ വെല്ലുവിളിക്കും, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ എന്നെ നിങ്ങൾ വെല്ലുവിളിക്കും, നിങ്ങൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ. എന്നിട്ട് നമ്മൾ പറയാണത്, മൊയ്തീൻ ഷെയ്ഖ് മരിച്ചവരെ ജീവിപ്പിച്ചു. CM മടവൂര് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു കുട്ടിയുടെ മയ്യത്ത് ഇങ്ങനെ കൊടകൊണ്ട് തട്ടി എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. നമുക്കുള്ള മൊയ്ലിയാമാരുടെ ബടായി അല്ലേ, ഈ ബടായി കേട്ടാണ് ഈ സമൂഹം വളരുന്നത് തന്നെ. തങ്ങന്മാരാൽ പറ്റിക്കപ്പെട്ടൊരു ജനതയാണ് ഈ മുസ്ലിങ്ങൾ, സന്യാസിമാരാൽ പറ്റിക്കപ്പെട്ട ഹൈന്ദവർ, പള്ളിയിലച്ചന്മാരാൽ വഞ്ചിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ. അവർക്കിടയിൽ നിന്നൊക്കെ ഉയർന്ന ചിന്ത ഉണ്ടാവണം.
ആ ഉയർന്ന ചിന്ത എന്താണെന്ന് വെച്ചാൽ ലോകത്തിന് സാക്ഷാൽ ഒരൊറ്റ ആരാധനയുള്ളൂ. മാർക്കോസിന്റെ 12-ാം അധ്യായം 29 പറഞ്ഞിട്ടുള്ള ആ ഏകനായ ദൈവം, ആ ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്നതിനാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ മരണവും മരണാനന്തര ജീവിതവും അത്ര തന്നെ വലിയ സത്യമാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാ വാക്കും ഇവിടെ എഴുതി രേഖപ്പെടുത്തുന്നു. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ. ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها. 17-ാം അധ്യായം 13, 18-ാം അധ്യായം 49, 2 അധ്യായം പറയാണ്, ഒരു കിതാബ് ഉയർത്തപ്പെട്ട് നമ്മുടെ കയ്യിൽ തരും. നമ്മളോട് തന്നെ പറയും, വായിച്ചോ, നീ ചെയ്ത മുഴുവൻ പ്രവൃത്തികളും ഇതിൽ രേഖയാണ്, വായിച്ചു നോക്ക്. അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണ്ടേ നമുക്കെങ്കിലും രക്ഷപ്പെടണ്ടേ? യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും ലാ യദുർറുകും മൻ ലല്ല ഇദ ഇഖ്തദൈതും ഇലല്ലാഹി മർജൂകും ജമീആ ഫഉനബ്ബിയുകും ബിമാ കുൻതും തഅമലൂൻ. 5-ാം അധ്യായം സൂറത്ത് മാഇദ 105-ാമത്തെ വചനം. ആളുകളെ ഖുർആനിലേക്ക് സുന്നത്തിലേക്കൊക്കെ നിങ്ങൾ ക്ഷണിച്ചു. സാക്ഷാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലേക്ക് നിങ്ങൾ അവരെ ക്ഷണിച്ചു, പക്ഷെ അവർ സ്വീകരിച്ചില്ല. അല്ലാഹു പറയണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നഫ്സിനെ നരകത്തെ തൊട്ട് കാത്തോളൂ. വഴിവേച്ചവർക്ക് നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു പറയണത് പിഴച്ചവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ടാണ് നമ്മൾ പേടിച്ചെടുക്കുന്നത്. നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ആ പിഴച്ച കക്ഷികൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഏറ്റവും ധൈര്യസമേതം ജീവിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആണ് നിങ്ങൾ പറയും, വല്ലാത്തൊരു കാലത്തിലൂടെ രണ്ട് മുസ്ലിങ്ങൾ പോകും. ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. കാരണം സക്കറിയ നബീനെ ഈർന്ന് മുറിച്ച് സക്കറിയ നബീന്റെ മകന്റെ കഴുത്തറുത്തു. സകല ഒരുപാട് അമ്പിയാക്കളെ കൊന്നു. സക്കറിയ നബീനെ ഈർച്ചവാട് വെച്ചിട്ട് ഇങ്ങനെ ഈർന്നിട്ട് രണ്ടാക്കി. യഹിയാ നബീന്റെ പ്രതാപവാനായ റബ്ബിൽ വിശ്വസ്തർ ചെറിയ കുട്ടികളെ വരെ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞു. ഈ കേരളത്തിൽ മുജാഹിദായി എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ ആരെങ്കിലും നമ്മൾ തീകൊണ്ടാരത്തിട്ടുണ്ടോ? ഇവിടെ ടി കെ ശവന്റെ കഴുത്തെറിഞ്ഞിട്ടുണ്ടോ? PN വെട്ടിയിട്ടുണ്ടോ? അത്ര സ്വതന്ത്രമുള്ള രാജ്യമാണ്. ഞാൻ പറയുന്നറിയോ, ലോകത്തൊരു അറബ് രാജ്യത്ത് ഇത്ര ദീന് പറയാൻ പറ്റിയൊരു സാഹചര്യമല്ല. ഇല്ല. ഞാൻ സൗദിനെ മറന്നുകൊണ്ടല്ല പറയുന്നത്. ലോകത്ത് ഇന്ത്യയിൽ മതം പറയാൻ പറ്റിയത്രൊരു സ്വാതന്ത്ര്യം, ഇസ്ലാം പറയാൻ പറ്റിയ ഒരു സ്വാതന്ത്ര്യം ആകാശത്തിന്റെ ചുവട്ടിൽ വേറൊരിടത്തും ഇല്ല മനുഷ്യന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് ഏറ്റവും തുറന്ന് ദീന് പറയാൻ പറ്റി ഇപ്പോഴാണ് ഈ സന്ദർഭത്തെ പോലെ അനുകൂലമായ ഒരു രംഗം ലോകത്ത് വേറല്ല. ഇന്ന് ഇന്ത്യയിൽ കിട്ടിയ പോലെ ഒരു അനുകൂലനം വേറല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അവിടെ ഉത്തരേന്ത്യയിൽ നടക്കണ്ടേ? ഉണ്ടോ? ഇതില്ലാതെ നടക്കുമോ? അപ്പുറത്ത് നബിമാരെ കൊന്നിട്ടില്ലേ? കൊന്നിട്ടേ നടക്കും. അഗ്നി കൊണ്ടാരുണ്ടാക്കി അതിലേക്ക് വലിച്ചിടുക, എന്നിട്ട് കത്തിയിട്ട് അവരെ എല്ല് പൊട്ടുന്ന കണ്ടിട്ട് ചിരിക്കുക. അല്ലാഹു ഖുർആനിൽ പറയാ. അതൊക്കെ ഉണ്ടാവണം യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ. ഇനി ഞാൻ പറയുന്ന ആരും തെറ്റിയിരിക്കണ്ട. ഒറിജിനൽ ഇസ്ലാം പറയും. ഒറിജിനൽ ഇസ്ലാം നമ്മൾ പറയാത്തതുകൊണ്ടാണ് നമ്മൾ കൊല്ലാൻ ആൾ വരാത്തത്. ഒറിജിനൽ ഇസ്ലാം പച്ചങ്ങൾ പറഞ്ഞു, അപ്പോഴാണ് നാട്ടിൽ മാറ്റം ഉണ്ടാകുക. അപ്പൊ ഇടിയുണ്ടാവും, അടിയുണ്ടാവും, സത്യാസത്യം ഏറ്റുമുട്ടുമ്പോൾ കുറച്ചാൾ കൊല്ലപ്പെടും, വേർതിരിയും, ഹക്കും ബാത്തിലും വേർതിരിയും. അങ്ങനെയാണ് പൂർവ്വ സമൂഹം ഉണ്ടായത്. അങ്ങനെ ലോകത്തെല്ലാം ഉണ്ടായത്. ഇപ്പൊ അതൊന്നുമില്ല. കാരണം എന്താ? കാരണം ഒരു മുസ്ലിമിനെ കണ്ടിട്ട് പഠിക്കാൻ ഒന്നുമില്ല ഇവിടുത്തെ ഹൈന്ദവനെ. കാരണം മുസ്ലിമിന്റെ അത്ര ചേട്ടത്തരം ഇവിടുത്തെ ഹൈന്ദവന് പോലും ഇല്ല. അതുകൊണ്ട് ഓന്റെ എന്ത് പഠിക്കാനാണ്? ഓനൊന്നും പഠിക്കാനില്ല. എല്ലാ തോന്നിയാസവും മൊബൈലിൽ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. മാപ്പിളാരെ കയ്യിൽ ആദ്യം ഈ സാധനം കിട്ടുക. ലാപ്ടോപ്പ് ഇതൊക്കെ വന്നപ്പോ ടേബ് വന്ന ഒക്കെ മുസ്ലിങ്ങളുടെ കയ്യിൽ ഗൾഫുന്നുണ്ട്. ഇത് നോക്കട്ടെ, ഇതെന്താണ്? മാധവി ചേച്ചിയുടെ മോൻ ചോദിക്കുക. മോൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, മോനെ കിട്ടിയിട്ടില്ല, മോന്റെ അച്ഛൻ ഗൾഫിലില്ല. അപ്പൊ എല്ലാ തോന്നിയാസവും മുസ്ലിങ്ങളെ കണ്ട് എന്ത് പഠിക്കാൻ അവിടുത്തെ ആയിരുന്നവര്? മറിച്ച് മുസ്ലിങ്ങളെ കണ്ട് പഠിക്കേണ്ടിയിരുന്ന ഒരു സമൂഹം. അവര് പോലും അവരെക്കാൾ മ്ലേച്ഛമാണ് നമ്മുടെ ആളുകൾ വിചാരിക്കുന്ന ഒരു ലോകത്ത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഓണത്തിനൊക്കെ ഫുള്ളാട് കൂടി കൊടുത്ത് ഓണക്കൂടി കിട്ടി നമ്മൾ തന്നെ ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ആ മുസ്ലിം മതിപ്പുണ്ടാവും നിങ്ങൾ വിചാരിച്ചോ? ഒരു മതിപ്പും മതം പഠിച്ചോണ്ടാവില്ല. സ്വന്തം മതം കളഞ്ഞു കുളിച്ച് എരപ്പാളികളാവുന്നുള്ള ചിന്ത അല്ലാത്ത ഒരു ചിന്തയും വേറൊരാൾക്കുണ്ടാവില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പാല് ഇരുന്നൊരു ഹിന്ദു സ്ത്രീ ഉണ്ട്. ഞാൻ തുറന്ന് പറയാം നിങ്ങളോട്, ഞങ്ങൾക്ക് താനൂർ കടപ്പുറത്ത് നിന്ന് ചിലപ്പോൾ മീൻ കിട്ടും എൻ്റെ വീട്ടിൽ. അങ്ങനെ പെട്ടക്കണ അയില എന്ന് പറയുന്ന പോലെ കടപ്പുറത്ത് നിന്ന് പിടിച്ച ഉടനെ നമ്മുടെ പ്രവർത്തകർ എനിക്ക് കൊണ്ടുതരും. അതിൽ പെട്ട കുറച്ച് മീനെ ഞാൻ ഈ ഹിന്ദു സ്ത്രീക്ക് വെച്ച് നിർത്തി സന്തോഷത്തോടെ. അവർ പറഞ്ഞു, ഞങ്ങൾ കഴിക്കാൻ പാടില്ല, ഞങ്ങൾ ശബരിമലക്ക് പോകുന്ന സമയമാണ് കഴിക്കാൻ പാടില്ല. എനിക്ക് അവരോട് ബഹുമാനം തോന്നി, റെസ്പെക്റ്റാ തോന്നി. കാരണം ഒരു ദുർബലയായ മെലിഞ്ഞൊരു സ്ത്രീ അവരുടെ വിശ്വാസം എന്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിക്കുന്നു. നമ്മളെന്താ പറയും? നമ്മുടെ മുജാഹിദുകളൊക്കെ ഉണ്ട് ചില ആളുകൾ, ജമാഅത്തെ ഇസ്ലാമി മുജാഹിദുകളൊക്കെ പെട്ട ചില ആളുകളുണ്ട്. നബിദിനത്തിന്റെ ചോറൊന്നുമില്ല.
ഓണത്തിന്റെ ചോറ് തിന്നൂല എന്നല്ല, ഓണത്തിന്റെ ചെമ്പിൽ ഒരു മണി പോലും ബാക്കിയൊക്കെ തിന്നും ചെയ്യും. ഈ മതം ഏതാണ്? എനിക്ക് ഏത് നബിദിനത്തിന് കൊന്നാ പോലും നബിദിനത്തിന്റെ ഒരു ചോറിന്റെ ഒരു മണി തിന്നൂല. ആ ചോറിന്റെ മണി വീണ അത് തട്ടിക്കാതെ ഞാൻ അത്ര ഉറച്ച മുജാഹിദാണ്. എന്നാ ഹൈന്ദവരടുത്ത് പോയിട്ട് പറയുന്നതോ ഒരു മണി വറ്റ് പോലും ഉപേക്ഷിക്കാതെ ഓണത്തിന്റെ ചോറ് ഞാൻ തിന്ന് പള്ളർച്ചിരുന്നു. ഈ ബേജാറാണ്. ഇതിന്റെ ഇരട്ടത്താപ്പിന്റെ മുഖമേ, നിന്നെ എന്ത് പേരാ വിളിക്കേണ്ടത്? അപ്പോ തകരാറുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് പറയാണ്, ഞങ്ങൾക്ക് ജന്മദിനം കൊണ്ടാടാൻ പാടില്ല, ഞങ്ങൾക്ക് ഓണത്ത് പങ്കെടുക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ ദർഗയിലെ പരിപാടിക്ക് പങ്കെടുക്കാൻ പാടില്ല. എന്റെ വീടിന്റെ അടുത്ത CM ഞാൻ അവിടെ പണ്ട് കൊടുക്കാറില്ല, ക്ഷേത്രത്തിനും കൊടുക്കാറില്ല, ചർച്ചിലും കൊടുക്കാറില്ല, അതുപോലെ തന്നെ ദർഗയിലും കൊടുക്കാറില്ല. ഞാൻ നബിദിനത്തിനും കൊടുക്കാറില്ല, യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തിനും കൊടുക്കാറില്ല, ശ്രീകൃഷ്ണ ജയന്തിക്ക് കൊടുക്കാറില്ല. അതെന്റെ നിലപാടാണ്. എന്റെ ഭരണഘടന ആർട്ടിക്കിൾ 25 എന്നെ പഠിപ്പിച്ച നിലപാടാണ്. ആ നിലപാട് അതുകൊണ്ടാണ് ആ ഹിന്ദു സ്ത്രീ എന്റെ അടുത്ത് നൈല വാങ്ങാതിരുന്നത്. ഞാൻ അവരെ ബഹുമാനിച്ചു. ഞാൻ എന്നിട്ട് എന്റെ ഭാര്യനോട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു മെലിഞ്ഞുണങ്ങിയ സ്ത്രീ നോക്ക്, നീ അവരുടെ ഒരു ഈമാന്, അവരെ മതത്തിലൊരു ഈമാനെന്ന് ആലോചിച്ചു നോക്ക്. എന്തുകൊണ്ട് അയിലനോട് വെറുപ്പുണ്ടായിട്ടില്ല? ശബരിമലയിൽ പോയി വന്ന അയില വെച്ചിട്ട് അവർ വാങ്ങി തിന്നു ചെയ്യും. കാരണം അവരുടെ മതം കളഞ്ഞു കുടിക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ടാണ് ഓരോറ്റ ഹിന്ദു സ്ത്രീയും ഇന്ന് വരെ പർദ്ദ ധരിച്ച് പെരുന്നാളിൽ നമ്മളോടൊപ്പം കൂടാത്ത. നമ്മളോ അവിടെയാണ് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുള്ളത്. നാട്ടിലെമ്പാടും തോന്നിവാസങ്ങൾ നടക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പൊ ബിഗ് ബോസ് പോലെയുള്ള മോഹൻലാലിന്റെ പേര് പറയാൻ പോലും ഇപ്പൊ എനിക്ക് ഒരു അറപ്പ് തോന്നാറുണ്ട്. കാരണം വളരെ മോശമായതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറി. എന്ത് അവാർഡ് കിട്ടിയിട്ടും കാര്യമില്ല. എന്ത് അവാർഡ് കിട്ടിയിട്ട് ലോകത്തിന്റെ സകല പുരോഗതിക്കും എതിര് നിൽക്കുന്ന 2 പെൺകുട്ടികൾക്ക് വേണ്ടി വാദിച്ച ആളായാണ്. ലോകത്തിന്റെ പുരോഗതി എന്നേക്കുമായി നിന്നു പോകണമെന്നും, ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടണമെന്നും, ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി മുതൽ ഉണ്ടാകരുത് എന്ന് വാദിച്ച 2 പെൺകുട്ടികൾ, ലോകത്ത് മനുഷ്യകുലം ഇനൊരു 100 കൊല്ലത്തിന് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച 2 പെൺകുട്ടികൾ, മുസ്ലിം സമുദായത്തിലെ 2 ഷെറുകൾ, നാഷണൽ വേസ്റ്റുകൾ, അതിന് പകരം 18-ാം വട്ട തെങ്ങ് വെച്ച കരിക്ക് കിട്ടും. അങ്ങനത്തെ 2 ജന്മങ്ങൾ, ആ 2 ജന്മങ്ങൾക്ക് വേണ്ടി വാദിക്കുക. ഞാൻ ഇങ്ങനെ വിചാരിക്കും, മോഹൻലാലിന്റെ അച്ഛനും മമ്മൂട്ടിന്റെ ബാപ്പയും കല്യാണം കഴിച്ചു നീയിരിക്കാം. മോഹൻലാലും ഉണ്ടാവില്ല, മമ്മൂട്ടി ഉണ്ടാവില്ല. ഉണ്ടാവോ? ആ കോമൺ സെൻസ് ഇല്ലാത്ത ഒരുത്തനാണ് ബിഗ് ബോസ് കിടന്ന് നിരങ്ങുന്നത്. ഫാൻസ് കയറി തല്ലിവിടം കേട്ടോ. എന്ത് മഹാത്മാഗാന്ധിയുടെ അച്ഛനും നെഹ്റുവിന്റെ അച്ഛനും കല്യാണം കഴിച്ചാൽ മഹാത്മാഗാന്ധി ഉണ്ടാവില്ല, നെഹ്റു ഉണ്ടാവില്ല. ഇത് കോമൺ സെൻസ് ഉള്ളവർ മനസ്സിലാവും. വലിയ ജീനിയസ് ഒന്നും ആകണ്ട. നൂറ് യാതിലെ എത്ര വർഷം അവർ ശരീരത്തെ വരച്ചാലും മനസ്സിലായിക്കൂടെ? കുട്ടിയില്ലേ നഴ്സറി ഉണ്ടോ? കുട്ടിയില്ലേ LKG ഉണ്ടോ? UKG ഉണ്ടോ? കുട്ടിയില്ലേ RKG ഉണ്ടോ? ആണ് നമ്മൾ വിചാരിക്കുന്നത് 2026 മുതൽ ഇന്ത്യയിലെ ആണുങ്ങൾ കല്യാണം കഴിക്കുക, പെണ്ണുങ്ങളും കല്യാണം കഴിക്കുക. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാരുണ്ടാവും. അത്രയും അബദ്ധ ജടിലമായ ഒരു വിവരക്കേട്. എന്നിട്ട് പറയാ, ഓരോ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുന്നു, എന്റെ വീട്ടിൽ ആരെയും കയറ്റാ, ഞങ്ങൾക്കറിയാം. അജ്ജി കയറ്റാറുണ്ട്, അജ്ജി കയറ്റിക്കോ, പക്ഷെ ലോകത്തോട് പറയണ്ട. അത് ലോകത്തോട് പറയണ്ട, മനുഷ്യരെ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമല്ല. ഏഷ്യാനെറ്റിനൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോളി, അത്യന്തം അപകടകരമായ ചാനലുകളാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. എനിക്കൊരു വിഷമമില്ല. ഇന്ന് കിടന്നുറങ്ങാൻ എനിക്ക് നല്ലോണം സത്യം ഉറക്ക വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരുത്തനെയും കൂസേണ്ട ആവശ്യമൊന്നുമില്ല. ആരുടെ ചെലവിൽ നമ്മൾ ഇവിടെ ജീവിക്കില്ല. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 നമുക്ക് കൃത്യമായിട്ട് മൗലിക പ്രബോധനത്തിന്റെ അവകാശം തന്നിട്ടുണ്ട്. ആ അവകാശം നമ്മൾ വിനിയോഗിക്കുന്നത്. അത് വിനിയോഗിക്കണം. അത് അല്ലാഹു നമ്മൾ എടുത്തു കളയുന്ന ഒരു കാലം അനധിവിദൂരമല്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാണ്, ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കണം, നന്മയെക്കുറിച്ച് ചിന്തിക്കണം, നല്ല കാര്യങ്ങൾ ചിന്തിക്കണം, ലോകത്തിന് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യണം, മാനവകുലത്തിന് നന്മ ചെയ്യണം. വളരെ പ്രാധാന്യമായ താനൂര് എന്ന് പറയുന്ന പ്രദേശം, തിരൂരിന്റെയും പരപ്പനങ്ങാടിയുടെയും ഇടയിൽ താനൂര് എന്ന് പറയുന്ന ഒരു പ്രദേശം. അവിടെ താനൂർ ത്വാഹ ബീച്ച് വളരെ പ്രസിദ്ധമായ ഒരു ബീച്ചാണ്. വളരെ പ്രസിദ്ധമായ ഒരു ബീച്ച്. അവിടെ നമുക്കൊരു പള്ളി ഉണ്ടായിരുന്നു. പള്ളി നിറയെ ആളുകൾ വന്ന് റോഡ് വരെ വെള്ളിയാഴ്ച ബ്ലോക്കായി പോകുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. അവിടുത്തെ പ്രവർത്തകർക്ക് ഒരിക്കലും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രയും ആളുകൾ അവിടുത്തെ പ്രബോധനം കേട്ടിട്ട് ആളുകൾ വരികയാണ്. അങ്ങനെ ആ പള്ളി വികസിപ്പിക്കണമെങ്കിൽ പള്ളിയുടെ തൊട്ടടുത്തൊരു 7 സെന്റ് ഭൂമിയും വീടും ഉണ്ട്, താമസിക്കുന്ന വീട്. അപ്പൊ അവരോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ സഹോദരിയോട് നിങ്ങളെ വീട് പള്ളിക്ക് വേണ്ടി തരണം, ഞങ്ങൾ നിങ്ങൾക്ക് വേറെ വീടുണ്ടാക്കി തരാം എന്ന് പറഞ്ഞ പോലെ ആ വീട്ടുകാർക്ക് വേറൊരു സ്ഥലത്ത് വീടുണ്ടാക്കി കൊടുത്ത് 7 സെന്റ് വാങ്ങിയപ്പോൾ പള്ളിയുടെ പണി നടക്കുകയാണ്. 1,15,00,000 രൂപ വേണം. 10-30-35 ലക്ഷം രൂപ അവര് ഉണ്ടാക്കിയിട്ട് അവര് നമ്മളെ ഈ നാട്ടിൽ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. എന്നോട് പറയുന്നത് 50,000, 1 ലക്ഷം, 2 ലക്ഷം കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഒക്കെ ഈ സദസ്സിലുണ്ടാവും. അത് അവിടെ പിടിക്കുന്ന ബക്കറ്റിൽ ഇടരുത്. കാരണം ഈ നോമ്പാകുമ്പോഴേക്കും ആയിരക്കണക്കിന് മനുഷ്യർ വരുന്ന വലിയ വികസനമുള്ള, വലിയ യുവത്വമുള്ള ഒരു നാടാണ് ത്വാഹ ബീച്ച്. യുവാക്കളുടെ ബഹളമുള്ള ഒരു നാടാണ് ത്വാഹ ബീച്ച്.
അപ്പൊ അവിടെ വരുന്ന ഈ പള്ളി, അവിടെ സ്ത്രീകൾക്ക് സൗകര്യം വേണം. അപ്പൊ അവിടെ ഒരു മുസല്ലയുടെ കണക്കനുസരിച്ച് 16,000 രൂപയാണ്. അതല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 22,500 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന്. ഒരു മുസല്ലയാണെങ്കിൽ 16,000 രൂപയാണ്. ആ അവസ്ഥയിൽ ഇത്ര മുസല്ല, ഇത്ര ഇത്, അല്ലെങ്കിൽ 2 ലക്ഷം, അല്ലെങ്കിൽ 1,50,000, 25,000 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും. പിന്നെ സഹോദരിമാരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റബ്ബിന്റെ മാർഗത്തിൽ, സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് സ്വർണം, മോതിരം, വള ഒക്കെ. അതിൽ നിന്ന് ആ ഫണ്ടിലേക്ക്, അല്ലാഹുവിന്റെ മസ്ജിദ് നിർമ്മാണത്തിലേക്ക്, അവിടെ ഞാൻ എപ്പോഴും പോകുന്ന ആളാണ്. അഭൂതപൂർവമായ ജനപ്രവാഹമുള്ള സ്ഥലമാണ് ത്വാഹ ബീച്ച്, വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് അവിടെ പള്ളി അനിവാര്യമാണ് മറ്റെല്ലാ പ്രദേശത്തേക്കാളും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അവരെ സഹകരിച്ച് അവരുടെ QR കോഡൊക്കെ വാങ്ങി, അവർ പുറത്തുണ്ട്, നിങ്ങൾ സഹകരിക്കണം. അവർക്ക് നല്ലൊരു ഫണ്ട് നിങ്ങൾ നൽകണം. ഇവിടെ ചെറുതെങ്കിലും നല്ലൊരു അധ്യക്ഷ പ്രസംഗം നടന്നു. അത് ഒരുപക്ഷെ ഞങ്ങൾ രണ്ടാളും ചെയ്തതിനേക്കാൾ ഗംഭീരമായത് ഒരുപക്ഷെ അധ്യക്ഷ പ്രസംഗമായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നത്. മാഷാ അല്ലാഹ്, അത് നിങ്ങൾ കേട്ടു. അതുപോലെ മറ്റൊരു പ്രഭാഷണം നിങ്ങൾ ഇവിടെ കേൾക്കുകയുണ്ടായി. ഞാനിവിടെ സംസാരിച്ചു. ഇവരെല്ലാവരും പറഞ്ഞത് ആരോടും ഞങ്ങൾക്കൊരു വിരോധമില്ല, സത്യം. പക്ഷേ തെറ്റായ നടപടികൾ വെച്ച് ഉറപ്പിക്കുക എന്നുള്ളത് സമൂഹത്തോട് നമ്മൾ ചെയ്യേണ്ട ഗുണം.